എൻ്റെ പ്രിയപ്പെട്ട ഭാരതീയരെ, ഇന്ന് നമ്മളെല്ലാവരും രാജ്യത്തിൻ്റെ 80ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഓഗസ്റ്റ് 15-ന് ചെങ്കോട്ടയിൽ ആദ്യമായി വന്ദേ മാതരം ഗീതം മുഴങ്ങുകയാണ്. നമ്മൾ വന്ദേ മാതരത്തിൻ്റെ 180ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇതിലും മികച്ച സന്തോഷമുള്ള അവസരം വേറെ എന്താണുള്ളത്? ഒരിക്കൽ ഏറ്റവും ദുർബലമായ 5 സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായി നമ്മുടെ ഭാരതം താഴ്ന്നു പോയിരുന്നു. എന്നാൽ കഴിഞ്ഞ 12 വർഷത്തിനുള്ളിൽ ലോകത്തിലെ ഒരു പ്രധാനപ്പെട്ട സമ്പദ് വ്യവസ്ഥ എന്ന നിലയിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായി നമ്മുടെ ഭാരതം മാറി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാജ്യം സ്വതന്ത്രമായി. വലിയ സ്വപ്നങ്ങളോടെയാണ് രാജ്യം സ്വതന്ത്രമായത്. എന്നാൽ നമുക്ക് നമ്മൾ ആഗ്രഹിച്ച വേഗത കൈവരിക്കാൻ സാധിച്ചിരുന്നില്ല. ആ വേഗതയോടെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞിരുന്നില്ല. എല്ലാം നടന്നു പോകുന്നു, അല്ലെങ്കിൽ അത് നടന്നോളും, നോക്കാം എന്ന മനോഭാവത്തിൽ നമ്മൾ അല്ലെങ്കിൽ നമ്മളെ ഭരിച്ചവർ മുഴുകിയിരിക്കുകയായിരുന്നു. 2014 എത്തുമ്പോഴേക്കും ലോകം നമ്മളെ ഫ്രജൈൽ 5 എന്ന വിഭാഗത്തിലേക്ക്, ഏറ്റവും മോശം സമ്പദ് വ്യവസ്ഥയിലുള്ള 5 രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് തള്ളിവിട്ടിരുന്നു. അങ്ങനെ ഒരു സമയത്താണ് കഴിഞ്ഞ 12 വർഷത്തിനുള്ളിൽ ഭാരതം ഒരു പുതിയ വേഗത കൈവരിച്ചത്. വളരെ വേഗത്തിൽ നമ്മൾ മുന്നോട്ട് കുതിക്കുകയാണ്. 140 കോടി ജനങ്ങളുടെ ഈ നിശ്ചയദാർഢ്യത്തെയും ശേഷിയെയും തടഞ്ഞു നിർത്തുക ഇനി അസാധ്യമാണ് എന്നതാണ് ഭാരതീയരുടെ ഇന്നത്തെ ഇച്ഛാശക്തി. നോക്കൂ, കഴിഞ്ഞ 12 വർഷത്തിൽ ഈ രാജ്യം പോയ വേഗതയുടെ പകുതി വേഗതയെങ്കിലും സ്വാതന്ത്ര്യം നേടിയ ആദ്യത്തെ 60 വർഷങ്ങളിൽ ഭാരതം കൈവരിച്ചിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് എത്രയോ ഉയരത്തിലെത്തുമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട ഭാരതീയരെ, കഴിഞ്ഞ 12 വർഷത്തിനിടെ പ്രതിരോധ ഉൽപാദനം മുൻപുണ്ടായിരുന്നതിനേക്കാൾ 4 ഇരട്ടിയായി മാറി. ഖാദി, ഗ്രാമോദ്योग ഉൽപാദനം ഏകദേശം 5 ഇരട്ടിയായി മാറി. ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് ഏകദേശം 7 ഇരട്ടിയായി വർദ്ധിച്ചു. ആധുനിക റെയിൽവേ കോച്ചുകളുടെ നിർമ്മാണം 21 ഇരട്ടി വർദ്ധിച്ചു. മൊബൈൽ ഫോൺ ഉൽപാദനം കഴിഞ്ഞ കാലത്തേക്കാൾ 33 ഇരട്ടിയായി ഉയർന്നു. ഇത് മാത്രമല്ല, പുതിയ സാങ്കേതികവിദ്യ കൈമുതലാക്കി ഡിജിറ്റൽ ഇന്നൊവേഷൻ രംഗത്തും നമ്മൾ ലോകത്തിന് മുന്നിൽ ഭാരതത്തിന്റെ വിജയക്കൊടി പാറിച്ചു. ഇന്റർനെറ്റ് ഉപയോക്താക്കളുടെയും ഉപഭോഗത്തിന്റെയും അളവ് ഏകദേശം 4 ഇരട്ടി വർദ്ധിച്ചു. പേറ്റന്റുകൾ അനുവദിക്കുന്നതിന്റെ എണ്ണം 4 ഇരട്ടിയായി. ഡിജിറ്റൽ ഇടപാടുകളാവട്ടെ 100 ഇരട്ടി വർദ്ധിച്ചു. സാധാരണക്കാരുടെ സൗകര്യങ്ങളുടെ കാര്യത്തിലും നമ്മൾ അത്ര തന്നെ ഗൗരവത്തോടെ പ്രവർത്തിച്ചു. ഓരോ വർഷവും ശരാശരി 15 ഇരട്ടി വേഗത്തിലാണ് നമ്മൾ കുടിവെള്ള കണക്ഷനുകൾ രാജ്യത്താകെ നൽകിയത്. ഓരോ വർഷവും ശരാശരി 6 ഇരട്ടി വേഗതയിൽ ജനങ്ങൾക്ക് ഗ്യാസ് കണക്ഷനുകൾ നൽകി. ഓരോ വർഷവും 4 ഇരട്ടി വേഗതയിൽ പാവപ്പെട്ടവർക്കായി ശൗചാലയങ്ങൾ നിർമ്മിക്കുന്ന ജോലിയും നമ്മൾ ചെയ്യുന്നു. ഓരോ വർഷവും 3 ഇരട്ടി വേഗത്തിൽ പാവപ്പെട്ടവർക്ക് വീടുകൾ നൽകുന്ന ജോലി നമ്മൾ ചെയ്തു. രാജ്യം ഭരണനിർവഹണത്തിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ആയിരക്കണക്കിന് അനാവശ്യ നിയമങ്ങളും നിബന്ധനകളും നമ്മൾ കഴിഞ്ഞ 12 വർഷത്തിൽ ഒഴിവാക്കി. 100 കണക്കിന് പഴയ നിയമങ്ങൾ നമ്മൾ റദ്ദാക്കി. കഴിഞ്ഞ നൂറ്റാണ്ടിൽ നിയമങ്ങൾ വെച്ച് 21ാം നൂറ്റാണ്ടിൽ ഭാരതത്തിന് മുന്നേറാൻ കഴിയില്ലായിരുന്നു. ആധുനിക അടിസ്ഥാന സൗകര്യങ്ങൾക്കായി നമ്മൾ മെട്രോ ശൃംഖല വികസിപ്പിച്ചു. പൊതുഗതാഗത സംവിധാനത്തിന് നമ്മൾ കരുത്തേകി. ഏത് വേഗതയിലാണോ പ്രവർത്തിച്ചത്, ഏത് അളവിലാണോ പ്രവർത്തിച്ചത്, ഈ വേഗതയും വികസനവും നേട്ടങ്ങളും സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യമായി കഴിഞ്ഞ പതിറ്റാണ്ടിലാണ് ഭാരതം കണ്ടത്. ഇത്രയധികം നേട്ടങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ടാകുമ്പോൾ, ഇത്രയും വേഗത്തിലുള്ള ഈ കുതിപ്പ് കാണുമ്പോൾ, ഭാരതീയരുടെ ശേഷി ഓരോ നിമിഷവും പ്രകടമായിക്കൊണ്ടിരിക്കുമ്പോൾ 2047 വികസിത ഭാരതം കെട്ടിപ്പടുക്കുക എന്ന നമ്മുടെ നിശ്ചയദാർഢ്യം ഒരിക്കലും അപൂർണമായി അവശേഷിക്കില്ല. നമുക്കത് സിമ്പിളായി സാധ്യമാണ്. നമ്മൾ മുന്നോട്ട് കുതിക്കുന്നതിന് ഈ കണക്കുകളെല്ലാം ഇന്ന് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ഭാരതീയരെ, എന്നാൽ അതിന് ആത്മവിശ്വാസം കൂടി ആവശ്യമാണ്. ആത്മാഭിമാനം അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ സ്വയം പര്യാപ്ത ഭാരതമായി നമ്മൾ മാറേണ്ടതും വളരെ വളരെ അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മുടെ ദൃഢവിശ്വാസം ഇതായിരുന്നു: ഭാരതത്തിന് ഇനി മറ്റു രാജ്യങ്ങളെ ആശ്രയിച്ച് ജീവിക്കേണ്ടതില്ല. നമ്മൾ സ്വയം പര്യാപ്തരാകണം. ലോകത്ത് പലതും ലഭ്യമാണ്. വില കുറഞ്ഞത് പലയിടത്തും കിട്ടും, വേഗത്തിലും കിട്ടുമായിരിക്കും. പക്ഷെ അതൊരിക്കലും നമ്മുടെ രാജ്യത്തിൻ്റെ സ്വന്തം ശേഷിയെ വളർത്തുകയില്ല. അത് നമ്മുടെ ശേഷിയുടെ പരീക്ഷണമല്ല. അതിനാൽ നമ്മൾ നമ്മുടെ സ്വന്തം കഴിവുകൾ വർദ്ധിപ്പിക്കണം. നമ്മുടെ താല്പര്യങ്ങൾ നമ്മൾ തന്നെ സംരക്ഷിക്കണം. അതുകൊണ്ട് ആത്മനിർഭർ ഭാരത് എന്ന നിശ്ചയദാർഢ്യവുമായി
വളരെ ദൃഢതയോടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. മേക്ക് ഇൻ ഇന്ത്യ, സ്വദേശി, വോക്കൽ ഫോർ ലോക്കൽ എന്നീ എല്ലാ മേഖലകളിലും ഇന്ന് ഓരോ ഭാരതീയന്റെയും മനസ്സ് ഒന്നിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഭാരതീയരെ, ഞാൻ നിങ്ങൾക്ക് സെമി കണ്ടക്ടറിന്റെ മാത്രം ഒരു ഉദാഹരണം നൽകാം. രാജ്യം സ്വതന്ത്രമായതിനു ശേഷം ലോകത്ത് സെമി കണ്ടക്ടറുകളെ കുറിച്ച് ചർച്ചകൾ നടന്നിരുന്നു. നമ്മുടെ നാട്ടിലും അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. എന്നാൽ സെമി കണ്ടക്ടറിനായുള്ള വലിയൊരു പദ്ധതിയും മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്താണ്? ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത്, ഇന്നത്തെ സാങ്കേതിക വിദ്യയിൽ ചിപ്പുകളുടെ പ്രാധാന്യം നമുക്കറിയാം. ഏതൊരു ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളാവട്ടെ, നമ്മുടെ മെഡിക്കൽ ഉപകരണങ്ങളാവട്ടെ, നമ്മുടെ ഗതാഗത സംവിധാനങ്ങളാവട്ടെ, എല്ലാത്തിലും ചിപ്പ് അത്യന്താപേക്ഷിതമാണ്. ഈ ചിപ്പില്ലാതെ ലോകം സ്തംഭിച്ചു പോകുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഭാരതം സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനായി സ്വന്തമായി വലിയ സെമി കണ്ടക്ടർ പ്ലാന്റുകൾ ആരംഭിച്ചു. 3 സെമി കണ്ടക്ടർ പ്ലാന്റുകൾ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ നിന്ന് സെമി കണ്ടക്ടർ പോളിസി പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ അവയുടെ ഉൽപ്പാദനവും രാജ്യത്ത് നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തതായും എന്നെ അറിയിച്ചിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ഭാരതീയരോട് എനിക്ക് പറയാനുള്ളത്, വരും വർഷങ്ങളിൽ 7-8 സെമി കണ്ടക്ടർ പ്ലാന്റുകൾ വളരെ വേഗത്തിൽ രാജ്യത്ത് പ്രവർത്തനം ആരംഭിക്കുമെന്നാണ്. ഈ സ്വയം പര്യാപ്ത ഭാരതം എന്നത് വികസിത ഭാരതത്തിലേക്ക് നയിക്കുന്ന നമ്മുടെ വലിയ പാതയാണ്. അതുപോലെ ക്രിട്ടിക്കൽ മിനറലുകളെ കുറിച്ചും വലിയ ചർച്ചകൾ ഇന്ന് രാജ്യത്ത് നടക്കുന്നുണ്ട്. മുഴുവൻ സാങ്കേതികവിദ്യയും ക്രിട്ടിക്കൽ മിനറലുകളെ ആശ്രയിച്ചാണ് ഇന്ന് നിലനിൽക്കുന്നത്. അതിലും സ്വയം പര്യാപ്തരാകാനുള്ള ശ്രമത്തിലാണ് ഭാരതം. സ്വയം സുരക്ഷിതരാകാനുള്ള ശ്രമത്തിലാണ് ഭാരതം. നാഷണൽ ക്രിട്ടിക്കൽ മിനറൽ ദൗത്യം നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. ക്രിട്ടിക്കൽ മിനറൽ കോറിഡോർ നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പല രാജ്യങ്ങളുമായി ഇന്ന് കരാറുകളിൽ ഒപ്പുവെക്കുകയാണ്. ലോകത്തിലെ പല രാജ്യങ്ങളും ഇപ്പോൾ ഈ ക്രിട്ടിക്കൽ മിനറൽ വിഷയത്തിൽ ഭാരതത്തിൽ വിശ്വാസം അർപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ഭാരതീയരെ, സെമി കണ്ടക്ടറിന്റെ കാര്യമോ ക്രിട്ടിക്കൽ മിനറലിന്റെ കാര്യമോ ആകട്ടെ, നമ്മളും ലോകവും മുന്നേറുന്ന സാങ്കേതികതയുടെ പാതയിൽ ഊർജത്തിന്റെ പ്രാധാന്യം വീണ്ടും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഊർജമില്ലാതെ പുതിയ ലോകത്തെ മുന്നോട്ട് നയിക്കുക പ്രയാസമാണ്. അതിനാൽ അത് ചിപ്പാവട്ടെ, AI ആവട്ടെ, ഡാറ്റാ സെന്ററുകളാവട്ടെ, നമുക്ക് വൻതോതിൽ വൈദ്യുതി ആവശ്യമായി വരും. എല്ലാ രാജ്യത്തിനും ഊർജ്ജ സുരക്ഷ എന്നത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അതിനാൽ നമ്മൾ നേരത്തെ തന്നെ ആ ദിശയിൽ ശക്തമായ നടപടികൾ ഓരോന്നായി സ്വീകരിച്ചിരുന്നു. ഊർജ്ജ സുരക്ഷയ്ക്കുള്ള വലിയൊരു മാർഗമാണ് ആണവോർജം, ന്യൂക്ലിയർ എനർജി. പാർലമെന്റിൽ സമാധാനപരമായ ആണവോർജ നിയമം പാസാക്കിക്കൊണ്ട് പുതിയൊരു ദിശയിലേക്ക് സഞ്ചരിക്കാനുള്ള വഴി നമ്മൾ നിശ്ചയിച്ചു കഴിഞ്ഞു. അതിൽ മുന്നോട്ട് പോവുകയാണ്. 2047 100 ജിഗാവാട്ട് ആണവോർജം ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഭാരതം മുന്നോട്ട് പോകുന്നത്. ഈ ഒരു പതിറ്റാണ്ടിൽ തന്നെ 5 പുതിയ ന്യൂക്ലിയർ റിയാക്ടറുകൾ ആരംഭിക്കുക എന്ന ലക്ഷ്യവും നമുക്കുണ്ട്. ഈ വർഷം ഫാസ്റ്റ് ബ്രീഡർ ന്യൂക്ലിയർ സാങ്കേതികവിദ്യയിൽ പ്രാവീണ്യം നേടി ഭാരതം ഈ രംഗത്ത് നിർണായകമായ ഒരു നാഴികക്കല്ല് കൂടി പിന്നിട്ടു. ഇതിലൂടെ ആണവ ഇന്ധനത്തിൽ സ്വയം പര്യാപ്ത കൈവരിക്കുന്നതിലേക്ക് വളരെ വലിയ ചുവടുവയ്പ്പാണ് നമ്മൾ നടത്തിയത്. എൻ്റെ പ്രിയപ്പെട്ട ഭാരതീയരെ, പലപ്പോഴും വിഭവങ്ങളുടെ കുറവ് കൊണ്ടല്ല നമ്മൾ നിന്നു പോയിരുന്നത്, മറിച്ച് ചിന്തകളുടെ പരിമിതികൾ കാരണമായിരുന്നു. ചിന്തകൾ ചില അതിരുകൾക്കുള്ളിൽ കുടുങ്ങി ജീർണിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ സ്വന്തം ശേഷിയെ പോലും തിരിച്ചറിയാൻ നമുക്ക് സാധിക്കാതെ പോകുമായിരുന്നു. ഇന്ന് രാജ്യത്തിന് ക്രൂഡ് ഓയിലിനായി മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നത് നമ്മുടെ മുൻകാലത്തെ ഭരണാധികാരികളുടെ തെറ്റായ ചിന്താഗതി കാരണം തന്നെയാണ്. നിങ്ങൾ കേട്ടാൽ അത്ഭുതപ്പെടും. നമ്മുടെ തീരദേശത്തിന്റെ 99% ഭാഗവും ഇത്തരം തെറ്റായ ചിന്താഗതി കാരണം നോ ഗോ ഏരിയയായി, പ്രവേശനമില്ലാത്ത മേഖലയായി പ്രഖ്യാപിച്ചിരിക്കുകയായിരുന്നു. കടലിനുള്ളിലേക്ക് ഇറങ്ങി പരിശോധനകളോ പര്യവേഷണങ്ങളോ നടത്തേണ്ടതില്ല എന്ന് തീരുമാനിച്ചതും നമ്മളെ ഭരിച്ചിരുന്നവർ തന്നെയായിരുന്നു. ചിന്തകളുടെ ദാരിദ്ര്യമായിരുന്നു അത് ഇനി നടപ്പില്ല എന്ന് നമ്മൾ തീരുമാനിച്ചു. പണ്ട് നോ ഗോ ഏരിയയായി കണ്ടിരുന്ന ആ 99% ഭാഗവും ഇന്ന് നമ്മൾ പര്യവേഷണങ്ങൾക്കായി തുറന്നു കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ സമുദ്രത്തിനുള്ളിലും പര്യവേഷണങ്ങൾ നടത്തി പുതിയ ഇന്ധന ശേഖരങ്ങൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണ്. കഴിഞ്ഞ വർഷം ആ ദിശയിൽ നിർണായകമായ ഒരു ചുവടുവെച്ചുകൊണ്ട് നമ്മൾ സമുദ്രമന്ഥൻ പദ്ധതി പ്രഖ്യാപിക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ദൗത്യത്തിന് വേഗത കൂട്ടാനായി 5000 കോടി രൂപ നമ്മൾ അനുവദിക്കുകയും ചെയ്തു. എൻ്റെ പ്രിയപ്പെട്ട ഭാരതീയരെ, ഊർജ്ജ സുരക്ഷയ്ക്കായി നമ്മൾ ഇതര ഊർജ്ജ സ്രോതസ്സുകളിലേക്ക് കൂടി പൂർണ്ണ ശക്തിയോടെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ഊർജത്തിന്റെ കൃത്യമായ ഉപയോഗം വർദ്ധിപ്പിച്ചുകൊണ്ട് ഭാരതം ഇന്ന് ഈ ദിശയിൽ കൂടി വേഗത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 2014 മുമ്പായി, അതായത് ഇന്നേക്ക് 12 വർഷം മുമ്പ്, നമ്മുടെ രാജ്യത്ത് കേവലം 70 നഗരങ്ങളിൽ മാത്രമാണ് പൈപ്പ് ലൈൻ വഴി ഗ്യാസ് വിതരണം ചെയ്യുന്ന സംവിധാനം ഉണ്ടായിരുന്നത്. 12 വർഷം കൊണ്ട് ഈ 70 നഗരങ്ങൾ എന്നത്
നമ്മൾ 700 നഗരങ്ങളാക്കി മാറ്റി. ഇതാണ് വേഗത, ഇതാണ് വളർച്ച. 2014 മുമ്പ് കഷ്ടിച്ച് 20-22 ലക്ഷം വീടുകളിൽ മാത്രമാണ് പൈപ്പ് വഴി ഗ്യാസ് കണക്ഷൻ എത്തിയിരുന്നത്. ഇന്ന് രാജ്യത്ത് 1.25 കോടി വീടുകളിലേക്ക് പൈപ്പ് ലൈൻ വഴി ഗ്യാസ് എത്തിക്കുന്ന ജോലി നടക്കുന്നുണ്ട്. 12 വർഷം മുമ്പ് രാജ്യത്തെ സോളാർ ഊർജ്ജശേഷി കേവലം 2 ജിഗാവാട്ട് മാത്രമായിരുന്നു. 2 ജിഗാവാട്ട്. എന്നാൽ ഇന്ന് നമ്മൾ സോളാർ മേഖലയിൽ 160 ജിഗാവാട്ട് എന്ന ലക്ഷ്യം നേടിയിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ഭാരതീയരെ, ഞാൻ മറ്റൊരു വിവരം കൂടി പങ്കുവെക്കാം. ഇതിന്റെ പ്രയോജനം രാജ്യത്തെ സാധാരണക്കാർക്കും മിഡിൽ ക്ലാസ് കുടുംബങ്ങൾക്കും ലഭിക്കണമെന്ന കാര്യത്തിൽ നമ്മൾ ഒരേപോലെ ശ്രദ്ധ നൽകി. നമ്മൾ PM സൂര്യഘർ സൗജന്യ വൈദ്യുതി പദ്ധതി പ്രഖ്യാപിച്ചു. വളരെ കുറഞ്ഞ സമയം കൊണ്ട് രാജ്യത്താകെ 50 ലക്ഷം വീടുകളിൽ സോളാർ ഊർജം സ്ഥാപിക്കുക എന്ന നാഴികക്കല്ല് നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു എന്നത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ടാക്കുന്നുണ്ട്. ഈ പദ്ധതി അതിവേഗം മുന്നോട്ട് പോവുകയാണ്. അതിന്റെ ഫലമായി ആയിരക്കണക്കിന് വീടുകളിലെ കറണ്ട് ബില്ല് 0 മാറിയിട്ടുണ്ട്. സ്വന്തം ആവശ്യത്തിനുള്ള വൈദ്യുതി ഉപയോഗിച്ച ശേഷം ബാക്കി വരുന്ന വൈദ്യുതി വിറ്റ് ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഇന്ന് വരുമാനവും ഉണ്ടാക്കുന്നുണ്ട്. ഈ ദൗത്യത്തിനായി ഓരോ കുടുംബത്തിനും 80,000 രൂപ വീതം കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ധനസഹായം നൽകുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഈ ലക്ഷ്യം പൂർത്തിയാക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ഭാരതീയരെ, നിങ്ങൾ കേട്ടാൽ അത്ഭുതപ്പെടും. നമ്മുടെ റെയിൽവേയുടെ വൈദ്യുതീകരണ ജോലി രാജ്യത്ത് ആരംഭിച്ചത് 1925-ലാണ്, ബ്രിട്ടീഷുകാരുടെ കാലത്ത്. 1925 വൈദ്യുതീകരണ ജോലി ആരംഭിച്ചുവെങ്കിലും 1925 മുതലുള്ള 90 വർഷത്തിനിടെ കേവലം 30% റെയിൽവേ പാതകൾ മാത്രമാണ് രാജ്യത്താകെ വൈദ്യുതീകരിക്കപ്പെട്ടത്. ഓർക്കണം, അതായത് 90 വർഷം കൊണ്ട് 30%. സ്വാതന്ത്ര്യത്തിന് മുമ്പും സ്വാതന്ത്ര്യത്തിന് ശേഷവും ശ്രമിച്ചിട്ടും 90 വർഷം കൊണ്ട് വെറും 30% വൈദ്യുതീകരണം. എന്നാൽ നമ്മുടെ സർക്കാരിന്റെ വേഗത നിങ്ങൾ നോക്കൂ. ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള നമ്മുടെ കുതിപ്പ് നോക്കൂ. കഴിഞ്ഞ 12 വർഷത്തിനുള്ളിൽ തന്നെ നമ്മൾ അതിന്റെ 100% ജോലിയും പൂർത്തിയാക്കി കഴിഞ്ഞു. 90 വർഷം കൊണ്ട് വെറും 30%. എന്നാൽ കഴിഞ്ഞ 12 വർഷം കൊണ്ട് 70%. ഇതിനെയാണ് പ്രവർത്തനം, ഭരണം എന്ന് പറയുന്നത്. ഇതിന്റെ ഫലമായി നമ്മൾ പുറത്തു നിന്ന് കൊണ്ടുവരേണ്ടിയിരുന്ന ഡീസൽ വൻതോതിൽ ലാഭിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. വൈദ്യുതിയിൽ നമ്മുടെ ട്രെയിനുകൾ ഇന്ന് ഓടുന്നു. അത് പരിസ്ഥിതിക്കും വലിയ ഗുണം ചെയ്യുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ഭാരതീയരെ, നമ്മൾ ഇവിടെ ഒന്നും നിർത്തിയിട്ടില്ല. ലോകത്ത് നമ്മൾ ഒരു മേഖലയിലും പിന്നിലായിരിക്കാൻ ആഗ്രഹിക്കുന്നതേയില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ ആ വാർത്ത കേട്ടിട്ടുണ്ടാകും. ഇന്ധന രംഗത്തെ പുതിയൊരു മേഖലയിലേക്ക് കൂടി ഭാരതം ചുവടുവച്ചിരിക്കുന്നു. രാജ്യം ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ആരംഭിച്ചു കഴിഞ്ഞു. ഇത് ഏറ്റവും നീളമേറിയതും ഏറ്റവും കരുത്തുറ്റതുമായ ട്രെയിനാണെന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഹൈഡ്രജൻ ട്രെയിനുകളുടെ മേഖലയിലും ഭാരതം ലോകത്തിനു മുന്നിൽ സ്വന്തം വിജയക്കൊടി നാട്ടിക്കഴിഞ്ഞു. കഴിഞ്ഞ 10-12 വർഷമായി 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനായി നമ്മൾ തുടർച്ചയായി കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ലക്ഷ്യങ്ങൾ നിശ്ചയിച്ച് നമ്മൾ അവ കീഴടക്കി മുന്നേറുകയാണ്. ഇതിനിടയിൽ ചില പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് നമ്മൾ കരുതിയിരുന്നതേയില്ല. കഴിഞ്ഞ 10-12 വർഷത്തിനിടയിൽ എത്രയോ പ്രതിസന്ധികളാണ് നമുക്ക് നേരിടേണ്ടി വന്നത്. കോവിഡ് എന്ന ആഗോള മഹാമാരി ലോകത്തെ മുഴുവൻ ആശങ്കയിലാഴ്ത്തി. എല്ലാ സംവിധാനങ്ങളും തകിടം മറിഞ്ഞു. പല പ്ലാനുകളും പദ്ധതികൾക്കും തടസ്സങ്ങളുണ്ടായി. കോവിഡിൽ നിന്ന് പുറത്തു കടന്നപ്പോഴേക്കും യുദ്ധങ്ങളുടെ ഭീകരതയെക്കുറിച്ചുള്ള വാർത്തകൾ വരാൻ തുടങ്ങി. ചിലയിടത്ത് ഉക്രൈൻ, ചിലയിടത്ത് പശ്ചിമേഷ്യ, എങ്ങും പിരിമുറക്കത്തിന്റെ അന്തരീക്ഷം. പ്രവചനം നടത്തുന്ന വിദഗ്ധരാവട്ടെ എന്തെല്ലാം കാര്യങ്ങളാണ് പ്രഖ്യാപിച്ചിരുന്നത്. രാജ്യത്തെ ഭയപ്പെടുത്തി നിർത്തുക, ആശങ്കയിലാഴ്ത്തുക എന്നതിൽ ചില ആളുകൾ ആനന്ദം കണ്ടെത്തുന്നു. വാക്സിൻ ലഭിക്കില്ല, കോവിഡിൽ നിന്ന് ആളുകൾ രക്ഷപ്പെടില്ല, ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല, ആളുകൾ മരിക്കും എന്നൊക്കെ പറഞ്ഞു വരുത്തി. പശ്ചിമേഷ്യയിൽ ഹോർമൂസിൽ പ്രതിസന്ധി ഉണ്ടായപ്പോൾ പെട്രോൾ പമ്പുകളിൽ പെട്രോളും ഡീസലും ഭാരതത്തിൽ കിട്ടാൻ പോകുന്നില്ല, വീടുകളിൽ ഗ്യാസ് കിട്ടാൻ പോകുന്നില്ല, കർഷകർക്ക് വളം കിട്ടാൻ പോകുന്നില്ല എന്നിങ്ങനെ ലോകം മുഴുവൻ വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ച് ഭാരതത്തിലെ ജനങ്ങളെ ഭയപ്പെടുത്താനും ആശങ്കയുടെ മുൻപിൽ നിർത്താനും ചില ബുദ്ധിജീവികൾക്ക് വലിയ സന്തോഷമായിരുന്നു. എന്നാൽ കഴിഞ്ഞ 10-12 വർഷത്തെ കൃത്യമായ പ്ലാനിങ്ങുകൾ ഫലം കാണുന്നുണ്ടെന്ന് രാജ്യത്തെ ജനങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ഇത്രയും വലിയ പ്രതിസന്ധികൾക്കിടയിലും നാഗരിക് ദേവോ ഭവ എന്ന മന്ത്രം ഉയർത്തിപ്പിടിച്ച് ഭാരതം നടത്തിയ മുൻകരുതലുകളും എടുത്ത ഓരോ ചുവടുകളും വിജയം കണ്ടു. ഇത്തരം പ്രതിസന്ധികൾ വരുമെന്ന് നമ്മൾ വിചാരിച്ചതല്ല, പക്ഷേ നമ്മുടെ തയ്യാറെടുപ്പുകൾ ഈ ആപത്ത് കാലത്ത് നമുക്ക് തുണയായി മാറി. ഇന്ന് രാജ്യത്ത് ആവശ്യത്തിന് ഗ്യാസ് ഉണ്ട്, പെട്രോൾ ഉണ്ട്, യൂറിയ ഉണ്ട്. നമ്മൾ സ്വന്തം കരുത്തിൽ നട്ടല്ലോടെ തല ഉയർത്തി നിവർന്നു നിൽക്കുന്നുണ്ട്. രാജ്യം മുന്നോട്ട് കുതിക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ഭാരതീയരെ, ലോകത്തുണ്ടായ ഈ പ്രതിസന്ധികൾ എല്ലാ രാജ്യത്തെയും ബാധിച്ചിട്ടുണ്ട്. നമ്മളും അതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടില്ല. ലോകവിപണിയിൽ ഒരു ചാക്ക് യൂറിയയുടെ വില 3000 രൂപ വരെ എത്തി. എന്നാൽ ആ ഭാരം ചുമക്കാൻ രാജ്യത്തെ കർഷകരെ നമ്മൾ വിട്ടുകൊടുത്തില്ല. ആ ഭാരം സർക്കാർ സ്വന്തം തോളിലേറ്റുകയാണ്.
ലോകത്ത് നിന്ന് 3000 രൂപയ്ക്ക് വാങ്ങുന്ന ഒരു ചാക്ക് യൂറിയ നമ്മുടെ കർഷകർക്ക് സർക്കാർ സബ്സിഡി നൽകി വെറും 300 രൂപയ്ക്കാണ് കർഷകർക്ക് നൽകുന്നത്. അതുമാത്രമല്ല, ലോക വിപണിയിൽ DAP എന്ന വളത്തിന്റെ വില 5000 രൂപയിൽ എത്തി നിൽക്കുന്നു. എന്നാൽ എന്റെ രാജ്യത്തെ കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ 1350 രൂപയ്ക്കാണ് ഇന്നും നമ്മൾ DAP അവർക്ക് നൽകുന്നത്. എന്റെ പ്രിയപ്പെട്ട ഭാരതീയരെ, ഞാൻ സ്വയം പര്യാപ്തതയെക്കുറിച്ച് സംസാരിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അന്ന് എയർ കണ്ടീഷൻ മുറികളിലിരുന്ന് ചിന്തിച്ചിരുന്ന ചിലർ എന്നോട് ചോദിച്ചിരുന്നു, അങ്ങനെയെങ്കിൽ ഗ്ലോബലൈസേഷന് ഇനി എന്ത് സംഭവിക്കുമെന്ന്. എന്നാൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ ലോകം ആഗോളവൽക്കരണം, ഗ്ലോബലൈസേഷൻ എന്ന വാക്ക് പറയുന്നത് തന്നെ നിർത്തിയതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. എവിടെ നിന്നാണോ ആഗോളവൽക്കരണത്തിന്റെ ശബ്ദങ്ങൾ ഉയർന്നിരുന്നത്, അവിടെയൊക്കെ ഇന്നത് കേൾക്കാതായിരിക്കുന്നു. ലോകത്തിലെ ഓരോ രാജ്യവും സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കുന്ന നിലപാടിലേക്ക് മാറിയിട്ടുണ്ട്. എന്നാൽ നിർഭാഗ്യവശാൽ ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ ചിലർ തങ്ങളുടെ സ്വാധീനം കാണിക്കാനായി സ്വന്തം വിഭവങ്ങളെ ആയുധമാക്കുന്ന കളികൾ കളിക്കുന്നുണ്ട്. ലോകം തങ്ങളുടെ പക്കലുള്ളതിനെയെല്ലാം ആയുധമാക്കാനുള്ള തിടുക്കത്തിലാണ്. അവരുടേതായ വിഭവങ്ങൾ, പെട്രോൾ, ഡീസൽ, വളം, മരുന്നുകൾ, സാങ്കേതികവിദ്യ, ചിപ്പുകൾ, ഇതെല്ലാം ഓരോ രാജ്യവും ആയുധമാക്കുകയാണ്. അതുമാത്രമല്ല, ചില ഭൂപ്രദേശങ്ങളെ പോലും ചിലർ ആയുധമാക്കുന്നു. ഇത്തരമൊരു സമയത്ത് നമ്മൾ സ്വയം പര്യാപ്തത എന്ന മന്ത്രവുമായി കഴിഞ്ഞ 10 വർഷം ശരിയായ ദിശയിൽ സഞ്ചരിച്ചിരുന്നില്ല എങ്കിൽ ഇത്തരം വെല്ലുവിളികളെ ഇത്രയും കരുത്തോടെ എങ്ങനെ നേരിടുമായിരുന്നു എന്ന് നിങ്ങൾ സങ്കല്പിച്ചു നോക്കൂ. നമ്മൾ കൃത്യമായ തയ്യാറെടുപ്പുകൾ തുടർച്ചയായി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട ഭാരതീയരെ, മറുവശത്ത് ഇന്ന് ഭാരതത്തിന്റെ മഹാത്മ്യം ലോകമെമ്പാടും വളരുകയാണ്. ഇന്ന് ലോകത്തിനു മുമ്പിൽ സ്വീകാര്യവും ബഹുമാനിക്കപ്പെടുന്നതുമായ ഒരു രാജ്യമായി ഭാരതം മാറിയിരിക്കുന്നു. ഭാരതത്തിന് സ്ഥിരതയുള്ള ഒരു രാഷ്ട്രീയ ജനവിധിയുണ്ട്, ശക്തമായ ഒരു സർക്കാരുണ്ട്, ജീവസുറ്റ ജനാധിപത്യവും കരുത്തുറ്റ നീതിന്യായ വ്യവസ്ഥയുമുണ്ട്. ഭാരതത്തിന്റെ ഭരണഘടനയാണ് നമുക്കെല്ലാം വഴികാട്ടുന്നത്. ലോകമിപ്പോൾ നമ്മുടെ ഈ കരുത്തിനെ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് 2014 ശേഷം ലോകത്തിലെ ഏകദേശം 40ഓളം രാജ്യങ്ങളുമായി നമ്മൾ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് കരാറുകളിൽ ഒപ്പുവച്ചിരിക്കുന്നത്. നോക്കൂ, എത്ര വലിയ അവസരമാണ് ഇന്ന് രാജ്യത്തിന് വന്നെത്തിയിരിക്കുന്നത്. എന്നാൽ ഈ വ്യാപാര കരാറുകൾ വലിയൊരു അവസരമായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും എൻ്റെ MSME സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ വലിയ അവസരം നമ്മൾ വിട്ടുകളയരുത് എന്നാണ്. നമുക്ക് ലോകത്തിലേക്ക് എത്തണം, അതിനുള്ള അവസരമാണ്. ഭാരതത്തിൽ നിർമ്മിക്കുന്ന ഓരോ ഉൽപ്പന്നവും ലോക വിപണിയിൽ മറ്റുള്ളവരോട് മത്സരിക്കണം. നമ്മുടെ വസ്ത്രരംഗമാവട്ടെ, യന്ത്രസാമഗ്രികളാവട്ടെ, മരുന്നുകളാവട്ടെ, ഈ അവസരം നമ്മൾ ഒരിക്കലും പാഴാക്കരുത്. എന്നാൽ ആഗോള മാനദണ്ഡങ്ങൾ നമ്മൾ മറികടക്കണം എന്നത് ശ്രദ്ധിക്കണം. ലോകത്ത് ഇന്ന് ലഭ്യമാകുന്നതിനേക്കാൾ മികച്ച ഉൽപ്പന്നങ്ങൾ നമുക്ക് നൽകാൻ കഴിയണം. ലോക വിപണിയിൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ വിലക്കുറവിൽ നമുക്കത് നൽകാൻ കഴിയണം. അങ്ങനെ വിപണി പിടിക്കാൻ നമുക്ക് പറ്റൂ. പഞ്ചാബിലെ ലുധിയാന മുതൽ തമിഴ്നാട്ടിലെ തിരുപ്പൂർ വരെയുള്ള നമ്മുടെ ടെക്സ്റ്റൈൽ മേഖലയ്ക്ക് ലോകമെമ്പാടും എത്തിച്ചേരാൻ സാധിക്കും. അതുമാത്രമല്ല, കേരളം മുതൽ ഗുജറാത്ത് വരെയും തമിഴ്നാട് മുതൽ ബംഗാൾ വരെയുമുള്ള നമ്മുടെ സമുദ്ര തീരങ്ങളും നമ്മുടെ മത്സ്യത്തൊഴിലാളികളായ സഹോദരി സഹോദരന്മാരും ഈ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് കാരണം തങ്ങളുടെ ചെമ്മീൻ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിൽ വലിയ സാധ്യതകൾ കൈവരിച്ചിരിക്കുകയാണ്. നമ്മുടെ സീ ഫുഡിന് ആഗോള വിപണിയിലേക്ക് എത്താനുള്ള അവസരം ഇന്ന് തുറന്നു ലഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ അനുകൂല സാഹചര്യം പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ നമ്മൾ മുന്നോട്ട് കുതിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ഭാരതീയരെ, ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച ഈ കാര്യങ്ങളെല്ലാം 2047 വികസിത ഭാരതം എന്ന വലിയ ലക്ഷ്യത്തിന്റെ കരുത്തുറ്റ അടിത്തറയിലാണ് നിലനിൽക്കുന്നത്. 2047ഓടെ വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ കഴിഞ്ഞ 10-12 വർഷത്തിനിടെ നമ്മുടെ ജനങ്ങൾ കാണിച്ച ആ നിശ്ചയദാർഢ്യം അതുതന്നെയാണ് പ്രധാനമായിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ നൂറ്റാണ്ടിന്റെ 4/1 ഭാഗം ഇതിനകം കഴിഞ്ഞു പോയിരിക്കുന്നു. ഇനിയുള്ള 1/4 നൂറ്റാണ്ട് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ഇവിടെ നിൽക്കാൻ സമയമില്ല. നമ്മുടെ വേഗത കുറയാൻ പാടില്ല. നമ്മുടെ ലക്ഷ്യം നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞതാണ്. ആ ലക്ഷ്യം നമ്മൾ നേടിയെടുക്കുക തന്നെ വേണം. അതിനായി നമ്മുടെ തൊഴിൽ സംസ്കാരത്തിൽ മാറ്റം വരുത്തണം. നമ്മുടെ ചിന്താഗതിയിലും ജോലി ചെയ്യുന്ന വേഗതയിലും നമ്മൾ മാറ്റം കൊണ്ടുവരണം. കഴിഞ്ഞ 5-6 പതിറ്റാണ്ടുകളായി നടക്കാതിരുന്ന കാര്യങ്ങൾ വരുന്ന 5-6 വർഷങ്ങൾക്കുള്ളിൽ നമ്മൾ ചെയ്ത് തീർക്കണം. എൻ്റെ രാജ്യത്തെ യുവശക്തിയിലും യുവാക്കളിലും അമ്മമാരിലും സഹോദരിമാരിലും കർഷകരിലും തൊഴിലാളികളിലും എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. നമുക്ക് ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പരിഷ്കാരങ്ങളുടെ വേഗത നമ്മൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഞാൻ പരിഷ്കാരങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് നമുക്കൊരു നിർബന്ധിത സാഹചര്യമോ വെറുമൊരു വാക്കോ മാത്രമല്ല. ഞങ്ങൾക്ക്, എൻ്റെ സർക്കാരിന് പരിഷ്കാരം എന്നത് ഒരു ദൃഢവിശ്വാസമാണ്. പൂർണ്ണ ദൃഢവിശ്വാസത്തോടെ നമ്മൾ റിഫോം എക്സ്പ്രസിൽ സഞ്ചരിച്ചു തുടങ്ങിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അടുത്ത ഘട്ട പരിഷ്കാരങ്ങളിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് സർക്കാരും സമൂഹവും വ്യവസായ മേഖലയും ഉൽപാദകരും കർഷകരും എല്ലാവരും
തങ്ങളുടെ പരമ്പരാഗത രീതികളിൽ നിന്ന് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. ചിന്താഗതിയിൽ മാറ്റം വേണം. നമ്മുടെ ലക്ഷ്യങ്ങൾ പുനർനിർണയിക്കണം. പ്രിയപ്പെട്ട ഭാരതീയരെ, നമ്മൾ വ്യക്തമായ ഒരു ദിശയിൽ തന്നെ മുന്നേറേണ്ടതുണ്ട്. ഭാരതത്തിന്റെ കരുത്ത് സപ്തസിന്ധുവായി അറിയപ്പെട്ടിരുന്ന ആ പഴയ കാലത്തെ ഞാൻ ഇന്ന് ഓർമ്മിക്കുകയാണ്. വികസിത ഭാരതം നിർമ്മിക്കുന്നതിന് നമുക്ക് ഇന്ന് പുതിയൊരു പ്രവാഹം ആവശ്യമാണ്. ഇന്ന് ചെങ്കോട്ടയുടെ മതിലുകളിൽ നിന്ന് രാജ്യത്തിന് മുന്നിൽ ഞാൻ ഈ ശക്തിയുടെ സപ്തധാര ആഹ്വാനം ചെയ്യുകയാണ്. കഴിഞ്ഞ 5-6 പതിറ്റാണ്ടുകളിൽ നടക്കാത്ത കാര്യങ്ങൾ ഈ സപ്തധാരയുടെ കരുത്തുകൊണ്ട് വരുന്ന 5-6 വർഷങ്ങൾക്കുള്ളിൽ നമ്മൾ നേടിയെടുക്കും. രാജ്യത്തിന് പുതിയ ഉയരങ്ങളും പുതിയ വേഗതയും പുതിയ ലക്ഷ്യങ്ങൾ മറികടക്കാനുള്ള കരുത്തും നമ്മൾ നൽകും. ഇതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ യുവശക്തിയെ രാഷ്ട്രനിർമ്മാണത്തിൽ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുകയും അവരുടെ കരുത്ത് കൂട്ടിച്ചേർക്കുകയും ചെയ്യും. ഞാൻ സപ്തധാര എന്ന് പറയുമ്പോൾ സപ്തധാരയിലെ ആദ്യത്തെ ശക്തി നിർമ്മാണ മേഖലയുടെ കരുത്താണ്, മാനുഫാക്ചറിംഗ് പവർ. നമ്മൾ മാനുഫാക്ചറിംഗ് മേഖലയെ ബഹുദൂരം മുന്നോട്ട് കൊണ്ടുപോകണം. ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം ചെറിയ ഭാഗങ്ങൾ മുതൽ വലിയ ഉൽപ്പന്നങ്ങൾ വരെ നമ്മൾ തന്നെ നമ്മുടെ നാട്ടിൽ നിർമ്മിക്കണം. മുഴുവൻ മൂല്യശൃംഖലയും നമ്മുടേതായിരിക്കണം. നമുക്ക് ഓരോ ചെറിയ ഭാഗങ്ങൾ വേണം, പൂർണ്ണമായ ഉൽപ്പന്നവും വേണം. ഡിസൈനിങ് മുതൽ നിർമ്മാണം വരെ ആഗോള സപ്ലൈ ചെയിനിൽ ഭാരതം ലോകത്തിന് വിശ്വസിക്കാവുന്ന വലിയൊരു കേന്ദ്രമായി തന്നെ മാറണം. ഇതിനായി 3 കാര്യങ്ങളിൽ ഞാൻ പ്രത്യേക ഊന്നൽ നൽകാൻ ആഗ്രഹിക്കുന്നു. നിർമ്മാണ മേഖലയിലുള്ള എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഇത് നിങ്ങൾക്കുള്ള വലിയൊരു അവസരമാണ്. ഈ അവസരം ഒരിക്കലും പാഴാക്കരുത്. ഇതിനായി ചെലവ്, ഗുണനിലവാരം, വ്യാപ്തി, കോസ്റ്റ്, ക്വാളിറ്റി, സ്കെയിൽ എന്നിവയിൽ ആഗോള മാനദണ്ഡങ്ങൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. നമ്മുടെ ഫാക്ടറികൾ മത്സരശേഷിയുള്ളതായിരിക്കണം. ഉൽപ്പന്നങ്ങൾ ജനങ്ങൾക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നവയായിരിക്കണം. നമ്മുടെ പാക്കേജിംഗ് ലോക ശ്രദ്ധ ആകർഷിക്കുന്നതായിരിക്കണം. സീറോ ഡിഫക്റ്റ്, പിഴവുകളില്ലാത്ത നിർമ്മാണം, കൃത്യതയോടുള്ള നിർമ്മാണം എന്നിവയായിരിക്കണം നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ അടയാളം. എല്ലാ നിർമ്മാതാക്കളോടും സംരംഭകരോടും MSME മേഖലയിലെ ആളുകളോടും എനിക്ക് പറയാനുള്ളത്, ആഗോള വിപണിയിൽ നമ്മുടെ ഐഡന്റിറ്റി വിശ്വാസ്യതയിലും ഗുണനിലവാരത്തിലും അധിഷ്ഠിതമായിരിക്കണമെന്നാണ്. ഗുണനിലവാരത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും അരുത്. അതുകൊണ്ട് നമ്മുടെ മന്ത്രം ക്വാളിറ്റി, ക്വാളിറ്റി, ക്വാളിറ്റി എന്നത് മാത്രമായിരിക്കണം. അതായിരിക്കണം ഭാരതത്തിന്റെ ഉൽപ്പന്നങ്ങളുടെ ഗ്ലോബൽ ബ്രാൻഡ് വാല്യൂ. പ്രിയപ്പെട്ട ഭാരതീയരെ, ഈ സപ്തധാരയിലെ 2ാമത്തെ ശക്തി കൃഷിയും ഭക്ഷ്യോൽപാദനവുമാണ്. വിപുലമായ ഭക്ഷ്യ സംസ്കരണ രംഗത്തേക്ക് നമ്മൾ കടക്കേണ്ടതുണ്ട്. നമ്മുടെ കർഷകർക്കായി ലോക വിപണി ഇന്ന് തുറന്നിരിക്കുകയാണ്. ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് കാരണം വലിയൊരു മാർക്കറ്റാണ് നമുക്ക് ലഭിക്കുന്നത്. അവിടേക്ക് നമ്മൾ എത്തിച്ചേരേണ്ടതുണ്ട്. കൃഷിയിടത്തിൽ നിന്നും കയറ്റുമതി വിപണിയിലേക്ക് നമ്മുടെ കർഷകർ വളരണം. നമ്മുടെ പരമ്പരാഗത ഭക്ഷണക്രമങ്ങൾ, മില്ലറ്റ്സ്, സുഗന്ധവ്യഞ്ജനങ്ങൾ, പഴങ്ങൾ, പൂക്കൾ, എന്തെല്ലാം വിഭവങ്ങളാണ് നമുക്കുള്ളത്, അവയെല്ലാം ആഗോള ബ്രാൻഡുകളായി മാറണം. രാസമുക്ത കൃഷി രീതികൾക്ക് നമ്മുടെ കർഷകർ പ്രാധാന്യം നൽകണം. കാരണം ലോകത്ത് ഓർഗാനിക് ഉൽപ്പന്നങ്ങളുടെ ആവശ്യക്കാർ ഏറി വരികയാണ്. ആഗോള മാനദണ്ഡങ്ങൾ പാലിക്കുന്ന നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ലോകവിപണിയിൽ എളുപ്പത്തിൽ ഇടം കണ്ടെത്താൻ സാധിക്കും. സപ്തധാരയിലെ 3ാമത്തെ ശക്തി സാങ്കേതിക വിദ്യയും നവീകരണവുമാണ്, ടെക്നോളജി ആൻഡ് ഇന്നൊവേഷൻ. പ്രിയപ്പെട്ട ഭാരതീയരെ, ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ക്വാണ്ടം ഫിസിക്സ്, സ്പേസ്, റോബോട്ടിക്സ്, ഡാറ്റാ സെന്ററുകൾ എന്നിവയുടെ കാലമാണ്. പൂർണ്ണമായും പുതിയൊരു മേഖലയാണ് ഇന്ന് തുറന്നിരിക്കുന്നത്. വളർന്നു വരുന്ന പുതിയ സാങ്കേതിക വിദ്യകൾ ഓരോ നിമിഷവും ലോകത്തെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ രാജ്യത്തെ വെറുമൊരു കമ്പോളമാക്കി മാറ്റരുത്. നമ്മൾ ഇന്നൊവേഷൻ ഹബ്ബായി മാറണം. ഭാരതം UPI, ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ എന്നിവയിലൂടെ നമ്മൾ ലോകത്തിനു മുമ്പിൽ നമ്മുടെ കഴിവ് തെളിയിച്ച് കഴിഞ്ഞതാണ്. നമ്മുടെ കരുത്ത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞതാണ്. ഇനി ഭാരതത്തിന്റെ ഡിജിറ്റൽ പബ്ലിക് ടെക്നോളജികളെ ലോകത്തിന്റെ എല്ലാ ദിക്കിലേക്കും നമ്മൾ എത്തിക്കണം. അടുത്ത തലമുറ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിൽ ഭാരതം മുൻപന്തിയിൽ തന്നെ ഉണ്ടാവണം. മെയ്ഡ് ഇൻ ഇന്ത്യ 6G എല്ലാ കോണുകളിലും എത്തണം. ഇതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഇതിന്റെ വേഗത ഇനിയും വർദ്ധിക്കണം. ഇതിനായുള്ള നമ്മുടെ പരിശ്രമങ്ങൾ ഒട്ടും തന്നെ കുറയാൻ പാടില്ല. കഠിനാധ്വാനത്തിൽ വിട്ടുവീഴ്ച ഒരിക്കലും ചെയ്യാൻ പാടില്ല. സപ്തധാരയിലെ 4ാമത്തെ ശക്തി ഗതിശക്തിയാണ്. ഈ ഗതിശക്തിയിലൂടെ രാജ്യത്തിനുള്ളിൽ തടസ്സങ്ങളില്ലാത്ത വേഗമേറിയ കണക്ടിവിറ്റി ഉറപ്പാക്കാൻ നമ്മൾ ഊന്നൽ നൽകണം. നഗരങ്ങളെ ഹൈസ്പീഡ് റെയിലുകൾ വഴി ബന്ധിപ്പിക്കണം. ആധുനിക ഹൈവേകൾ, ഉൾനാടൻ ജലപാതകൾ, വിമാനത്താവളങ്ങൾ, മൾട്ടി മോഡൽ ലോജിസ്റ്റിക്സ് സംവിധാനങ്ങൾ എന്നിവ നമുക്ക് ആവശ്യമാണ്. ഇനിയും ആവശ്യമാണ്. തുറമുഖങ്ങളെ വെറും ചരക്കുകൾ കയറ്റിയിറക്കാനുള്ള സ്ഥലങ്ങൾ മാത്രമായോ വിദേശ കപ്പലുകൾ വന്ന് നങ്കൂരമിടുന്ന ഇടങ്ങളായോ മാത്രം നമ്മൾ കാണരുത്. തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ചുള്ള വികസനത്തിലേക്ക് നമ്മൾ മുന്നേറണം. സപ്തധാരയിലെ നമ്മുടെ 5ാമത്തെ ശക്തി പ്രതിരോധ മേഖലയാണ്. അതിന്റെ പ്രാധാന്യം എല്ലാ അർത്ഥത്തിലും വലുതാണ്. പ്രിയപ്പെട്ട ഭാരതീയരെ, പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കേണ്ടതിന്റെ ആവശ്യകത ഭാരതം ഇന്ന് അനുഭവിച്ചറിഞ്ഞു കഴിഞ്ഞു.
ലോകവും അത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതല്ലാതെ വേറെ വഴിയില്ല. ലോകം മുഴുവൻ അവരവരുടെ കാര്യം മാത്രം ചിന്തിക്കുമ്പോൾ ഭാരതത്തിന് വിദേശ രാജ്യങ്ങളുടെ ഒരു കമ്പോളമായി മാത്രം ആയുധ മേഖലയിൽ നിലനിൽക്കാൻ കഴിയില്ല. പ്രതിരോധ മേഖലയിൽ നമ്മൾ സ്വയം പര്യാപ്തത കൈവരിക്കണം. അടുത്ത തലമുറ ഡിഫൻസ് ടെക്നോളജി വികസിപ്പിച്ചുകൊണ്ട് ആഗോളതലത്തിൽ പ്രതിരോധ സാമഗ്രികൾ വിതരണം ചെയ്യുന്ന രാജ്യമായി മാറാനുള്ള ലക്ഷ്യത്തോടെ നമ്മൾ ഇനിയും മുന്നോട്ട് പോകണം. ഡ്രോൺ, കൗണ്ടർ ഡ്രോൺ സിസ്റ്റങ്ങൾ നമ്മൾ ഇനിയും വികസിപ്പിക്കണം. ഹൈപ്പർസോണിക് ഡിഫൻസ് ടെക്നോളജിയിൽ നമ്മൾ നേതൃത്വം ഏറ്റെടുക്കണം. സഹോദരങ്ങളെ, സൈബർ സുരക്ഷയും ഇന്ന് ഓരോ വീടിനും വലിയ വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതും പ്രതിരോധത്തിന്റെ ഭാഗം തന്നെയാണ്. നമ്മുടെ യുവാക്കളുടെ കഴിവുകൾ രാജ്യത്തിനും ലോകത്തിനും വേണ്ടി പ്രയോജനപ്പെടുത്താൻ നമുക്ക് സാധിക്കും. നമ്മുടെ സപ്തധാരയിലെ 6ാമത്തെ ശക്തി ഗ്രീൻ ഇക്കോണമിയാണ്. ഹരിത തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന ബ്ലൂ ഇക്കോണമിയും ഇതിന്റെ ഭാഗം തന്നെയാണ്. ഗ്രീൻ ഹൈഡ്രജൻ, റിന്യൂവബിൾ എനർജി, എനർജി സ്റ്റോറേജ്, ഗ്രീൻ മൊബിലിറ്റി, ഗ്രീൻ മാനുഫാക്ചറിംഗ് എന്നിവയിൽ ആഗോളതലത്തിൽ വലിയ നേട്ടങ്ങൾ നമ്മൾ ഇനിയും കൈവരിക്കണം. ആഗോള താപനത്തെക്കുറിച്ച് ലോകം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അത് മറികടക്കാനുള്ള വഴികൾ കണ്ടെത്തുകയാണ്. പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുകയാണ് ഇന്നത്തെ ഭാരതം. ഒരു വലിയ ഗ്രീൻ മൂവ്മെന്റ് നയിക്കാനുള്ള കരുത്ത് ഭാരതത്തിനുണ്ട്. അതുപോലെ ബ്ലൂ ഇക്കോണമിയിലും ഭാരതത്തിന് വലിയ അവസരങ്ങളുണ്ട്. കാരണം വിശാലമായ കളത്തീരമാണ് ഭാരതത്തിനുള്ളത്. മത്സ്യബന്ധനം, കോസ്റ്റൽ ടൂറിസം, ഓഷൻ ടെക്നോളജി തുടങ്ങി എത്രയോ മേഖലകളിൽ നമുക്ക് ഇനിയും മുന്നേറാൻ സാധിക്കും. പ്രിയപ്പെട്ട ഭാരതീയരെ, സപ്തധാരയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ 7ാമത്തെ ശക്തി എന്നത് ലോകത്തിനും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതാണ് ഭാരതത്തിന്റെ സോഫ്റ്റ് പവർ. ഇന്ന് യോഗ ലോകത്തെ മുഴുവൻ ഭാരതവുമായി ബന്ധിപ്പിച്ച് നിർത്തിയിരിക്കുന്നു. യോഗ ലോകത്തിന് ഒരു വലിയ ഊർജ്ജമായി തന്നെ മാറിയിരിക്കുകയാണ്. ഭാരതത്തിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാൻ അത് കാരണമായിട്ടുണ്ട്. വിശ്വാസ കേന്ദ്രങ്ങളുള്ള, ആയുർവേദമുള്ള, സമഗ്ര ആരോഗ്യ പരിപാലന സംവിധാനമുള്ള, ഹീൽ ഇൻ ഇന്ത്യ പ്രസ്ഥാനമുള്ള ഭാരതത്തിന് തങ്ങളുടെ കഴിവുകൾ ലോകത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും. കരകൗശല വസ്തുക്കൾ, സംസ്കാരം, സിനിമകൾ, ക്രിയേറ്റിവിറ്റി, VFX, ആനിമേഷൻ, ഗെയിമിംഗ്, ഡിജിറ്റൽ കണ്ടന്റ്, ഈ ക്രിയേറ്റീവ് ലോകത്ത് ഭാരതത്തിന് സ്വന്തമായൊരു മുദ്ര പതിപ്പിക്കാൻ കഴിയും. ഇതിനെ ഒരു ആഗോള കരുത്തായി നമ്മൾ ഇനിയും വികസിപ്പിച്ചെടുക്കണം. ഇന്ന് ഭാരതം വേവ് സമ്മിറ്റിന് വലിയൊരു അടിത്തറ നൽകിയിരിക്കുകയാണ്. ഭാരതത്തിന്റെ വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എന്റർടൈൻമെന്റ് സമ്മിറ്റിനായി ലോകം ഇപ്പോൾ കാത്തിരിക്കുകയാണ്. അത് ഭാരതത്തിന്റെ സോഫ്റ്റ് പവറിനെയും ക്രിയേറ്റീവ് ലോകത്തെയും ആഗോളതലത്തിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ട ഭാരതീയരെ, വലിയ വന്യജീവി സമ്പത്താണ് ഭാരതത്തിനുള്ളത്. 100-ലധികം നാഷണൽ പാർക്കുകൾ നമുക്കുണ്ട്. വലിയ ശേഷി ഉണ്ടായിട്ടും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിൽ നമ്മൾ ഇനിയും മുന്നേറാനുണ്ട്. സോഫ്റ്റ് പവറിലൂടെ ലോകമെമ്പാടുമുള്ള ടൂറിസ്റ്റുകളെ ഭാരതത്തിലേക്ക് ആകർഷിക്കാനുള്ള വലിയ അവസരമാണിത്. നമ്മുടെ കഴിവുകൾ ലോകത്തിന് കാണിച്ചു കൊടുക്കണം. ആ ഉത്തരവാദിത്വം യുവത്വം ഏറ്റെടുക്കണം. കായിക രംഗവും ഇന്ന് ഭാരതത്തിലേക്ക് ലോകത്തെ ആകർഷിക്കുന്ന വലിയൊരു ഘടകമാണ്. അന്താരാഷ്ട്ര സ്പോർട്സ് ഇവന്റുകൾ എന്തുകൊണ്ട് ഭാരതത്തിൽ നടന്നുകൂടാ എന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. കൺസേർട്ട് എക്കോണമി, വൻകിട സംഗീത പരിപാടികൾ ഇന്ന് വലിയ രീതിയിൽ ലോകമാകെ വളരുകയാണ്. ഭാരതത്തിലും യുവാക്കൾക്ക് വലിയ താല്പര്യമുള്ള മേഖലയാണത്. ലോകത്തിലെ പ്രശസ്തരായ കലാകാരന്മാരെല്ലാം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഭാരതത്തിൽ വന്ന് കൺസേർട്ടുകൾ നടത്താൻ ഇന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇതൊരു വലിയ അവസരമാണ്. ഇതിനായി ആവശ്യമായ സംവിധാനങ്ങൾ കൂടി നമ്മൾ ഒരുക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, സപ്തധാരയിലെ ഈ 7 ശക്തികളുടെ ലക്ഷ്യം ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രം പുരോഗതി കൈവരിക്കുക എന്നതല്ല. ഒരു സമഗ്രമായ സമീപനത്തോടെ രാജ്യം മുന്നോട്ട് പോകുന്ന ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും കീഴടക്കുക എന്നതാണ്. പ്രിയപ്പെട്ട ഭാരതീയരെ, ഞാൻ ചില കാര്യങ്ങൾ പങ്കുവച്ചു. എന്നാൽ ഇതിനും അപ്പുറത്തേക്ക് ചിന്തിക്കുകയാണ്. രാജ്യത്തെയും രാജ്യത്തിന്റെ ശക്തിയെയും ഒന്ന് ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. രാജ്യമെന്ന് പറഞ്ഞാൽ അത് വെറും ഒരു സർക്കാർ മാത്രമല്ല, അത് ഭാരതത്തിലെ ഓരോ പൗരനും ചേരുന്നതാണ്. ഫോർച്യൂൺ 500 കമ്പനികളെ കുറിച്ച് നമ്മൾ ഒരുപാട് കേൾക്കാറുണ്ട്. വരാനിരിക്കുന്ന ഒരു പതിറ്റാണ്ടിനുള്ളിൽ ഈ ഫോർച്യൂൺ 500 കമ്പനികളിൽ 50 എണ്ണമെങ്കിലും ഭാരതത്തിൽ നിന്നാവേണ്ടതല്ലേ? ഇതൊരു ലക്ഷ്യമായി നമ്മൾ ഏറ്റെടുക്കേണ്ടതല്ലേ? ഇന്ന് ബാങ്കിംഗ് മേഖല രാജ്യത്ത് അഭിവൃദ്ധിപ്പെടുന്നുണ്ട്. ലോകത്തിലെ മുൻനിര ബാങ്കുകളുടെ കൂട്ടത്തിൽ ഭാരതത്തിലെ ബാങ്കുകളുടെ കൊടിയും പാറേണ്ടതല്ലേ? ലോകത്തെ ആദ്യത്തെ 5 ബാങ്കുകളിൽ ഒന്നായി ഭാരതത്തിൽ നിന്നുള്ള ഒരു ബാങ്കെങ്കിലും ഉണ്ടാകേണ്ടതല്ലേ? ഫാർമ മേഖലയിലും നമ്മൾ വലിയ ജോലികൾ ചെയ്തിട്ടുണ്ട്, വലിയ മേഖല കീഴടക്കിയിട്ടുണ്ട്. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ 5 ഫാർമ കമ്പനികളിൽ ഭാരതത്തിന്റെ 1-2 കമ്പനികളുടെ പേര് മുഴങ്ങിക്കേൾക്കണമെന്നത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. നമ്മൾ അവിടെ ഇടം പിടിക്കണം. ലോ ഫേമുകൾ, റേറ്റിംഗ് ഏജൻസികൾ എന്നിവയിലൊക്കെ ആഗോള നേതൃത്വം ഇനി ഭാരതത്തിന്റെ കൈകളിൽ വരേണ്ട സമയമായിട്ടില്ലേ? മികച്ച ടാലന്റും ശേഷിയും ഇന്ന് നമ്മൾക്കുണ്ട്. വലിയ ചരിത്രം നമുക്കുണ്ട്. ഭാഷകളിൽ വലിയ പ്രാവീണ്യമുണ്ട്. നമ്മൾ ലോകത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ലോകത്തിലെ മുൻനിര കൺസൾട്ടിംഗ്, അക്കൗണ്ടിംഗ് ഫേമുകളുടെ കൂട്ടത്തിൽ എന്തുകൊണ്ട് ഭാരതത്തിൽ നിന്നുള്ള ഫേമുകളും വന്നുകൂടാ? ഭാരതത്തിലെ ടെക്നോളജി കമ്പനികൾ ലോകമെങ്ങും വ്യാപിക്കണം. ഇതായിരിക്കണം നമ്മുടെ ഇനിയുള്ള ലക്ഷ്യം.
ലോകത്തെ ആകർഷിക്കുന്ന ബ്രാൻഡുകൾ നമുക്കുണ്ടാകണം. ആ ബ്രാൻഡുകൾ നമ്മുടെ രാജ്യത്തിന്റെ അടയാളമായി മാറണം. ലോകത്തിനു മുന്നിൽ ഒരു വലിയ ഡെസ്റ്റിനേഷനായി ഭാരതം മാറണം. ആ ദിശയിലേക്കാണ് നമ്മൾ ഇനി പ്രവർത്തിക്കേണ്ടത്. ഇതിനായി സംസ്ഥാന സർക്കാരുകളോടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടും കൂടി എനിക്ക് പറയാനുള്ളത്, തീർച്ചയായും കേന്ദ്ര ഗവൺമെന്റിനും ഈ ഉത്തരവാദിത്തമുണ്ട്. നമ്മുടെ പരിഷ്കാരങ്ങളുടെ വേഗത നമ്മൾ വർദ്ധിപ്പിക്കണം. 2047 എന്ന വലിയ ലക്ഷ്യത്തിനനുസരിച്ച് നമ്മുടെ സംവിധാനങ്ങളെ വികസിപ്പിക്കേണ്ടതുണ്ട്. മുൻകാലങ്ങളിലെ പഴയ നയങ്ങളും നിയമങ്ങളും വെച്ച് നമുക്ക് ഈ വേഗതയിൽ മുന്നോട്ട് പോയാൽ പറ്റില്ല. വരാനിരിക്കുന്ന സ്വപ്നങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ പുതിയ നയങ്ങളും നിയമങ്ങളും നമ്മൾ രൂപപ്പെടുത്തിയെടുക്കണം. നമ്മളിത് ചെയ്യുകയാണെങ്കിൽ വികസിത ഭാരതം എന്ന സ്വപ്നം നമുക്ക് വളരെ സിമ്പിളായി തന്നെ കീഴടക്കാൻ കഴിയും എന്ന പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. ആ ഉറപ്പ് ഞാൻ എല്ലാ ഭാരതീയർക്കും നൽകുന്നു. കേന്ദ്ര ഗവൺമെന്റ് ആവട്ടെ, സംസ്ഥാന ഗവൺമെന്റുകളാവട്ടെ, വ്യവസായ മേഖലയാവട്ടെ, നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്ന് കഠിനാധ്വാനം ചെയ്ത് മുന്നേറണം. പരിഷ്കാരങ്ങൾ നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിർബന്ധത്തിന് വഴങ്ങിയല്ല, മറിച്ച് പൂർണ്ണമായ ദൃഢവിശ്വാസത്തോടെയാണ് നമ്മൾ ഓരോ പരിഷ്കാരങ്ങളും നടപ്പിലാക്കുന്നത്. ആ രീതിയിൽ തന്നെ എല്ലാ പൗരന്മാരും അത് ഉൾക്കൊള്ളുകയും വേണം. എൻ്റെ പ്രിയപ്പെട്ട ഭാരതീയരെ, വികസിത ഭാരതത്തെക്കുറിച്ചും രാജ്യത്തിന്റെ അതിവേഗ വളർച്ചയെക്കുറിച്ചും ഞാൻ സംസാരിക്കുമ്പോൾ ഇതിന്റെയൊക്കെ ഏറ്റവും വലിയ ഗുണഭോക്താവ് ആരാണ്? ഈ പരിശ്രമങ്ങളുടെ എല്ലാം ഏറ്റവും വലിയ ഗുണഭോക്താവ് എൻ്റെ രാജ്യത്തെ യുവത്വമാണ്. വികസിത ഭാരതത്തിലേക്കുള്ള ഈ യാത്രയിൽ യുവാക്കൾക്ക് വലിയൊരു പങ്ക് വഹിക്കാനുണ്ട്. അതിലുപരിയായി ഈ വികസനത്തിന്റെ എല്ലാം ഏറ്റവും വലിയ നേട്ടം അനുഭവിക്കുന്നതും നമ്മുടെ യുവാക്കൾക്ക് തന്നെയാണ്. അതുകൊണ്ട് വികസിത ഭാരതം എന്ന ലക്ഷ്യത്തെ യുവാക്കളുമായി ചേർത്ത് നിർത്തി വേണം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. യുവാക്കൾക്ക് പ്രഥമ പരിഗണന നൽകിക്കൊണ്ട് നമ്മൾ മുന്നേറണം. കഴിഞ്ഞ 10-12 വർഷത്തിനിടെ ഈ ദിശയിൽ വലിയ കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു. സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതിയിലൂടെ ഇന്ന് രാജ്യത്ത് 2.5 ലക്ഷത്തിലധികം രജിസ്റ്റർ ചെയ്ത സ്റ്റാർട്ടപ്പുകൾ നിലവിലുണ്ട്. രാജ്യത്തെ യുവാക്കൾ സ്വയം ജോലി ചെയ്യുക മാത്രമല്ല, ആയിരക്കണക്കിന് യുവാക്കൾക്ക് ഇന്ന് തൊഴിൽ നൽകുകയും ചെയ്യുന്നുണ്ട്. നവീകരണങ്ങൾക്കായി ഭാരത സർക്കാർ 1 ലക്ഷം കോടി രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജ്യത്തെ യുവാക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള സ്വപ്നങ്ങളുമായി മുന്നോട്ട് വരൂ. വിഭവങ്ങളുടെ കുറവ് ഒരിക്കലും ഞങ്ങൾ വരുത്തില്ല. 1 ലക്ഷം കോടി രൂപയിലൂടെ നിങ്ങളുടെ മനസ്സിലെ ആശയങ്ങൾക്ക് ചിറകുമുളപ്പിക്കാനുള്ള സംവിധാനം നമ്മുടെ ഗവൺമെന്റ് ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. ഗവേഷണത്തിന് പുതിയ അവസരങ്ങൾ ലഭിക്കുന്നുണ്ട്. ഡിജിറ്റൽ ഇന്ത്യ വഴിയുള്ള വില കുറഞ്ഞ ഡേറ്റ യുവാക്കളെ ഇന്ന് കൂടുതൽ ശക്തരാക്കിയിട്ടുണ്ട്. ഇന്ന് ലോകത്ത് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഡേറ്റ ലഭ്യമാകുന്നത് ഭാരതത്തിലാണ്. അത് യുവാക്കൾക്ക് തീർച്ചയായും വലിയൊരു കരുത്ത് നൽകിയിട്ടുണ്ട്. സ്കിൽ ഇന്ത്യ നമ്മളൊരു ദേശീയ ദൗത്യമാക്കി തന്നെ മാറ്റി. സ്പേസ് മേഖല നമ്മൾ സ്വകാര്യ മേഖലയ്ക്കൂടെ തുറന്നു കൊടുത്തു. നാഷണൽ ഡ്രോൺ പോളിസി, ഖേലോ ഇന്ത്യ പോളിസി എന്നിവ നമ്മൾ കൊണ്ടുവന്നു. 35 വർഷത്തിന് ശേഷം പുതിയ വിദ്യാഭ്യാസ നയം നമ്മൾ നടപ്പിലാക്കി. അതിന്റെ ഏറ്റവും വലിയ പ്രയോജനം ലഭിക്കുന്നത് മിഡിൽ ക്ലാസ് കുടുംബങ്ങൾക്കും കുട്ടികൾക്കുമാണ്. ചില കണക്കുകൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം. 2004 മുതൽ 2014 വരെയുള്ള കാലയളവിൽ രാജ്യത്ത് കേവലം 350-ൽ താഴെ യൂണിവേഴ്സിറ്റികൾ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ 10-12 വർഷത്തിനുള്ളിൽ മാത്രം ഏകദേശം 650 പുതിയ യൂണിവേഴ്സിറ്റികൾ നിലവിൽ വന്നിട്ടുണ്ട്. നമ്മൾ ഇന്ന് 1000 എന്ന അക്കത്തിലേക്ക് യൂണിവേഴ്സിറ്റികളിൽ എത്തുകയാണ്. 2014 മുമ്പ് രാജ്യത്താകെ 400-ൽ താഴെ മെഡിക്കൽ കോളേജുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് അത് 850ഓളമായി ഉയർന്നിരിക്കുന്നു. അതുമാത്രമല്ല, വിദേശ യൂണിവേഴ്സിറ്റികൾ പോലും ഇന്ന് ഭാരതത്തിലേക്ക് വരികയാണ്. വിദേശ യൂണിവേഴ്സിറ്റികളുടെ ബിരുദം നമ്മുടെ നാട്ടിൽ തന്നെ ഇരുന്ന് സ്വന്തമാക്കാനുള്ള അവസരം ഇന്നത്തെ യുവാക്കൾക്ക് നമ്മൾ ഒരുക്കി കഴിഞ്ഞു. കുട്ടിക്കാലം മുതൽ തന്നെ നമ്മുടെ രാജ്യത്തെ കുട്ടികൾക്ക് സാങ്കേതിക വിദ്യയോട് ആഭിമുഖ്യം ഉണ്ടാകണം എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അതിനായി രാജ്യത്താകെ സ്കൂളുകളിൽ 10,000-ലധികം അഡൽട്ട് തിങ്കറിംഗ് ലാബുകൾ കൊച്ചുകുട്ടികൾക്കായി നമ്മൾ തുറന്നു കൊടുത്തു. അങ്ങനെ അവരിൽ നവീകരണത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും ചിന്തകൾ വളർത്തിയെടുക്കാൻ നമ്മൾക്ക് സാധിച്ചിട്ടുണ്ട്. കുട്ടികൾക്കായി നമ്മൾ നിരവധി വാതിലുകൾ തുറന്നിട്ടു. ഭാരതത്തിലെ സ്വകാര്യ സ്റ്റാർട്ടപ്പുകളിൽ ശരാശരി 28 വയസ്സ് മാത്രം പ്രായമുള്ള യുവാക്കൾ ആദ്യ ശ്രമത്തിൽ തന്നെ തങ്ങളുടെ ഉപഗ്രഹങ്ങളും റോക്കറ്റുകളും വിജയകരമായി വിക്ഷേപിക്കുന്നത് നമ്മൾ കണ്ടു. വലിയൊരു നേട്ടമാണ് അവർ കൈവരിച്ചത്. ഇന്ന് 2.5 ലക്ഷത്തിലധികം രജിസ്റ്റർ ചെയ്ത സ്റ്റാർട്ടപ്പുകൾ നമ്മുടെ ഭാരതത്തിലുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ AI ഇമ്പാക്ട് സമ്മിറ്റ് സംഘടിപ്പിക്കുകയുണ്ടായി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സ്വാധീനം വളരെ വേഗത്തിലാണ് ഇന്ന് ലോകത്തിൽ വളരുന്നത്. ചെങ്കോട്ടിൽ നിന്ന് രാജ്യത്തെ യുവാക്കൾക്കായി വലിയൊരു പ്രഖ്യാപനം കൂടി നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. വരാനിരിക്കുന്ന അടുത്ത ഒരു വർഷത്തിനുള്ളിൽ രാജ്യത്താകെ 1 കോടി യുവാക്കൾക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ പരിശീലനം നൽകാൻ നമ്മുടെ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നു. അതിലൂടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലോകത്തും നേതൃത്വം നൽകാൻ നമ്മുടെ യുവാക്കൾക്ക് സാധിക്കും. ബയോ എക്കണോമി മറ്റൊരു മേഖലയാണ്. 2014 മുമ്പ് വെറും 60,000 കോടി രൂപയുടെ മാത്രം ബയോ എക്കണോമി ഇടപാടുകളാണ് രാജ്യത്ത് നടന്നിരുന്നത്. എന്നാൽ കൃത്യമായ നയങ്ങളും വ്യക്തമായ ലക്ഷ്യങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മുടെ യുവാക്കൾക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കൂ. അതിന്റെ കണക്ക് ഇങ്ങനെയാണ്. അന്ന് വെറും 60,000 കോടി മാത്രം ഉണ്ടായിരുന്ന ബയോ എക്കണോമി മേഖല ഇന്ന് 20 ലക്ഷം കോടി രൂപ വളർന്നിരിക്കുന്നു. 20 ലക്ഷം കോടി രൂപ. 2009-2010 കാലഘട്ടത്തിൽ രാജ്യത്ത് കേവലം
1.5 ലക്ഷം ഇലക്ട്രിക് വാഹനങ്ങൾ മാത്രമാണ് വിറ്റഴിക്കപ്പെട്ടിരുന്നത്. എന്നാൽ 2025-2026 കണക്ക് നോക്കുമ്പോൾ 25 ലക്ഷം ഇലക്ട്രിക് വാഹനങ്ങളാണ് വിറ്റഴിക്കപ്പെട്ടത്. നമ്മുടെ യുവാക്കൾക്കായി വ്യോമയാന മേഖലയും അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ എയർപോർട്ടുകളും പുതിയ റൂട്ടുകളും ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. വിമാനങ്ങളുടെ മെയിൻ്റനൻസ്, ഓവർഹോളിംഗ് എന്നിവ കാരണം വൻതോതിൽ വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾക്ക് ഇന്ന് ജോലി ലഭിക്കുന്നുണ്ട്. മെയ്ഡ് ഇൻ ഇന്ത്യയിൽ വിമാനങ്ങൾ നിർമ്മിക്കുന്നതിലും നമ്മൾ വിജയം കണ്ടിരിക്കുന്നു. ഇന്ത്യയിൽ നിർമ്മിച്ച പ്രതിരോധ ട്രാൻസ്പോർട്ട് വിമാനമായ C-295 ഇതിനകം തന്നെ വിജയകരമായി പറന്നുയർന്നു കഴിഞ്ഞു. ഗ്രാമങ്ങളിലെ സ്വമിത്വ എന്ന ഡിജിറ്റൽ സ്കീം വിജയകരമായി നടപ്പാക്കുന്നതിൽ ഡ്രോണുകൾ വലിയ പങ്ക് വഹിച്ചു. ഏകദേശം 5 കോടി കുടുംബങ്ങൾക്ക് സ്വമിത്വ പദ്ധതിയിലൂടെ പ്രയോജനം ലഭിച്ചിട്ടുണ്ട്. ഇതിലൂടെ 140 ലക്ഷം കോടി രൂപയുടെ സ്വത്തുക്കളാണ് നിയമാനുസൃതമായി മാറിയത്. ഇതിന്റെ ബലത്തിൽ ബാങ്ക് വായ്പകൾ നേടാനും സ്വന്തമായി വ്യവസായങ്ങൾ ആരംഭിക്കാനും സാധാരണ ഗ്രാമങ്ങളിലെ ജനങ്ങൾക്കും സാധിക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട ഭാരതീയരെ, നമ്മുടെ മിഡിൽ ക്ലാസ് കുടുംബങ്ങൾക്ക് കോച്ചിങ് ക്ലാസുകളുടെ മത്സരം വലിയൊരു സാമ്പത്തിക ഭാരമായി മാറിയിരിക്കുകയാണ്. കുട്ടികളെ കോച്ചിങ് ക്ലാസുകളിൽ അയച്ചില്ലെങ്കിൽ തങ്ങൾ അന്തസ്സുള്ള കുടുംബമല്ല എന്ന് മാതാപിതാക്കൾ ചിന്തിക്കുന്ന അവസ്ഥയാണിന്ന്. ഈ പാവപ്പെട്ട മിഡിൽ ക്ലാസ് കുടുംബങ്ങളുടെ ആശങ്കകൾ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ആയിരക്കണക്കിന് കോടി രൂപ ലാഭിക്കുന്നതിനായി ഒരു സുപ്രധാന തീരുമാനം കൂടി നമ്മൾ എടുത്തിരിക്കുകയാണ്. കുട്ടികൾക്ക് വീടിനകത്ത് തന്നെ പഠിക്കാനും സാമ്പത്തിക ഭാരമില്ലാതെ അവരുടെ പഠനത്തിൽ മുന്നേറാനും വേണ്ടി വിവിധ മത്സര പരീക്ഷകൾക്കായി യുവാക്കൾക്ക് സൗജന്യ ഓൺലൈൻ കോച്ചിങ് നൽകാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നു. മികച്ച ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറും മികച്ച അധ്യാപകരും പ്രതിഭകളും ഇന്ന് നമുക്കുണ്ട്. ആ വിഭവങ്ങളെല്ലാം കോർത്തിണക്കിക്കൊണ്ട് രാജ്യത്തെ യുവാക്കൾക്ക് സൗജന്യ കോച്ചിങ് നൽകാനുള്ള വലിയൊരു ശൃംഖല തന്നെ നമ്മൾ ഉടൻ കെട്ടിപ്പടുക്കാൻ പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ട ഭാരതീയരെ, ആര് കളിക്കുന്നോ അവർ വളരും. ജോ ഖേലേഗ വോ ഖിലേഗ എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഇന്ന് കായിക ലോകത്ത് ഭാരതം സ്വന്തമായ ഒരു സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. കായിക മത്സരങ്ങളിലെ വിജയികൾക്കുള്ള പോഡിയങ്ങളിൽ ഭാരതത്തിന്റെ ദേശീയഗാനം മുഴങ്ങുന്നത് ഇന്ന് സ്ഥിരമായി കേൾക്കുന്നുണ്ട്. ത്രിവർണ പതാക, ഭാരതത്തിന്റെ ത്രിവർണ പതാക പല സ്പോർട്സ് ഇവന്റുകളിലും ഉയരങ്ങളിൽ പാറുന്നത് ഇന്ന് കാണുന്നുണ്ട്. നമ്മുടെ ടോപ്സ് ടാർഗറ്റ് ഒളിമ്പിക് പോഡിയം സ്കീം പദ്ധതി വലിയ വിജയമാണ് കൈവരിച്ചത്. ഖേലോ ഇന്ത്യ ഗെയിംസ്, യൂണിവേഴ്സിറ്റി ഗെയിംസ്, വിന്റർ ഗെയിംസ്, ബീച്ച് ഗെയിംസ്, മികച്ച സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചർ, കോച്ചിങ്, സ്പോർട്സ് മെഡിസിൻ, കായിക താരങ്ങൾക്കുള്ള പോഷകാഹാരം, ഈ എല്ലാ മേഖലയിലും ഭാരതം ഇന്ന് പ്രാവീണ്യം നേടിക്കൊണ്ട് മുന്നേറുകയാണ്. ഒരു കളിക്കാരനാകാൻ പറ്റിയില്ലെങ്കിലും സ്പോർട്സിന്റെ സപ്പോർട്ട് സിസ്റ്റത്തിന്റെ മേഖലയിൽ വലിയൊരു തൊഴിൽ മേഖല കൂടിയാണ് യുവാക്കൾക്ക് തുറന്നു കൊടുത്തിരിക്കുന്നത്. കായിക രംഗത്ത് ഭാരതത്തിന്റെ പ്രകടനം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 2036 ഒളിമ്പിക്സിന് ശക്തമായ അവകാശികളായി നമ്മൾ മത്സരിക്കാൻ പോവുകയാണ്. കൂടാതെ 2030 കോമൺവെൽത്ത് ഗെയിംസിന് ഭാരതം ആതിഥേയത്വം വഹിക്കാനും പോവുകയാണ്. ലോകത്തെ ഒളിമ്പിക്സ് ഗെയിംസിൽ ഏകദേശം 40ഓളം വിവിധ തരത്തിലുള്ള കായിക ഇനങ്ങളുണ്ട്. അതിൽ തന്നെ 300ലധികം മത്സരങ്ങളുമുണ്ട്. പ്രിയപ്പെട്ട ഭാരതീയരെ, ഒരു കാര്യം അറിയുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നും. ഞാൻ ഈ രാജ്യത്തെ യുവാക്കളെ വെല്ലുവിളിക്കുകയാണ്, ആഹ്വാനം ചെയ്യുകയാണ്, എനിക്ക് നിങ്ങളുടെ സഹായം വേണം. ഈ ഒളിമ്പിക്സിൽ ആകെ നടക്കുന്ന മത്സരങ്ങളുടെ 2/3 കായിക ഇനങ്ങളിലും ഭാരതത്തിന്റെ ഒരാൾ പോലും മത്സരിക്കാറില്ല. നമ്മൾ യോഗ്യത നേടാറില്ല. മത്സരിക്കാനുള്ള അവകാശം നമുക്ക് ലഭിക്കാറില്ല. 2036 ഭാരതത്തിൽ ഒളിമ്പിക്സ് നടക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതല്ല, എവിടെ നടന്നാലും 2036 ആ ഒളിമ്പിക്സ് നടക്കുമ്പോൾ ഇന്ന് ഭാരതം കളിച്ചിട്ടില്ലാത്ത, ഇതുവരെയും യോഗ്യത നേടിയിട്ടില്ലാത്ത, നമ്മൾ ശ്രദ്ധിക്കാതെ ഒഴിവാക്കിയിട്ടിരിക്കുന്ന ആ എല്ലാ മേഖലയിലും, എല്ലാ കായിക ഇനങ്ങളിലും ഭാരതത്തെ പ്രതിനിധീകരിച്ച് യുവാക്കൾ ഉണ്ടാകണം, യുവതികൾ ഉണ്ടാകണം. അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നു. ഇതിനായി വലിയൊരു ടാലന്റ് ഹണ്ട് പ്രചാരണം നമ്മൾ ആരംഭിക്കാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. 2036 ഒളിമ്പിക്സിനായി തയ്യാറെടുക്കുന്ന കായിക താരങ്ങളെ വളർത്തിയെടുക്കണമെങ്കിൽ ഇന്ന് 5, 6, 10, 12 വയസ്സുള്ള കുട്ടികളെ, നമ്മുടെ ആൺമക്കളെയും പെൺമക്കളെയും നമ്മൾ പ്രത്യേകമായി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികളിൽ കായിക പ്രതിഭകളെ കണ്ടെത്തുന്നതിനായി ഗ്രാമാന്തരങ്ങളിലും നഗരങ്ങളിലും സ്കൂളുകളിലും വലിയൊരു ടാലന്റ് ഹണ്ട് ഡ്രൈവ് നടത്താൻ പോവുകയാണ്. കുട്ടികളുടെ കഴിവിനെ കണ്ടെത്തി അവർക്ക് പ്രത്യേക പരിശീലനം നൽകി രാജ്യത്തിനു വേണ്ടി കളിക്കുന്ന, ഒളിമ്പിക്സ് കളിക്കാൻ പറ്റുന്ന തരത്തിൽ യോഗ്യത നേടാൻ കഴിയുന്ന മികച്ച കായിക താരങ്ങളാക്കി അവരെ മാറ്റാൻ പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ട ഭാരതീയരെ, രാജ്യത്തിന് മുന്നിലും നമ്മുടെ യുവതലമുറയ്ക്ക് മുന്നിലും ലഹരി ഒരു വലിയ വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ലഹരി മുക്ത ഭാരതം എന്നത് നമ്മൾ എല്ലാവരുടെയും കൂട്ടായ ഉത്തരവാദിത്തമായി മാറണം. നമ്മുടെ ശോഭനമായ ഭാവിക്ക് യുവതലമുറ കരുത്തുറ്റതായിരിക്കണം. അവരുടെ കഴിവുകൾ രാജ്യത്തിന് പൂർണ്ണമായും പ്രയോജനപ്പെടണം. കഴിഞ്ഞ ദിവസങ്ങളിൽ മൈ ഭാരത് വോളണ്ടിയർമാരും NGOകളും സാമൂഹിക സാംസ്കാരിക സംഘടനകളും ആത്മീയ നേതാക്കളും ചേർന്ന് ലഹരിമുക്ത ഭാരതത്തിനായി 100 ആഴ്ച നീളുന്ന ഒരു പ്രചാരണ പരിപാടി തയ്യാറാക്കിയിട്ടുണ്ട്. 100 ആഴ്ചകൾ ഈ ദൗത്യം തുടരും. രാജ്യത്തെ ഓരോ കുടുംബത്തോടും എനിക്ക് പറയാനുള്ളത്,
നിങ്ങൾ ഓരോരുത്തരും ഈ ദൗത്യത്തിന്റെ ഭാഗമാകണമെന്നാണ്. ലഹരിമുക്ത ഭാരതം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് വരണം. എന്റെ പ്രിയപ്പെട്ട ഭാരതീയരെ, 21-ാം നൂറ്റാണ്ടിൽ പതിറ്റാണ്ടുകളായുള്ള വെല്ലുവിളികളെ ഇല്ലായ്മ ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. നമുക്ക് ഇനി സമയമില്ല. നക്സലിസവും മാവോയിസവും ലക്ഷക്കണക്കിന് യുവാക്കളുടെ ഭാവിയാണ് തകർത്ത് കളഞ്ഞത്. എത്രയോ അമ്മമാരുടെ മക്കളെ അവർ തട്ടിയെടുത്തു, തകർത്ത് കളഞ്ഞു. മാതാപിതാക്കളുടെ സ്വപ്നങ്ങളെ അവർ തച്ചുടച്ചിരുന്നു. ഈ നക്സലിസം 4 പതിറ്റാണ്ടുകളോളം ഭാരതത്തിന്റെ വലിയൊരു പ്രദേശത്തെയും വലിയൊരു ജനവിഭാഗത്തെയും തോക്കിൻ മുനയിൽ നിർത്തി തടവിലാക്കിയിരുന്നു. ഭരണഘടനയെ പോലും കാറ്റിൽ പറത്തി. രാജ്യത്തെ സാധാരണക്കാരായ പൗരന്മാരെ സംരക്ഷിക്കുന്നതിനായി നമ്മുടെ പോലീസിലെയും സുരക്ഷാ സേനയിലെയും 3000-ത്തിലധികം ജവാന്മാരാണ് വീരമൃത്യു വരിക്കേണ്ടി വന്നത്. അതിർത്തികളിൽ യുദ്ധങ്ങളിൽ മരിക്കുന്ന സൈനികരെക്കാൾ കൂടുതൽ പോലീസ് നമ്മുടെ രാജ്യത്തിനകത്തുള്ള ഈ നക്സലൈറ്റുകൾ കാരണം രാജ്യത്തെ സാധാരണക്കാരുടെ സുരക്ഷയ്ക്കായി സ്വന്തം ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നു. ഈ നക്സലിസ്റ്റ് മാവോയിസ്റ്റ് തീവ്രവാദികൾക്കെതിരെ നക്സലിസം ഈ മണ്ണിൽ ചോരപ്പുഴ ഒരുക്കിയിരുന്നു. 2014 നിങ്ങൾ ജനങ്ങൾ ഞങ്ങൾക്ക് അവസരം നൽകിയ ആ ദിവസം തന്നെ രാജ്യത്തെ നക്സലിസത്തിൽ നിന്ന് പൂർണ്ണമായി മുക്തമാക്കുമെന്ന് ഞങ്ങൾ പ്രതിജ്ഞ എടുത്തതാണ്. ഇന്ന് നക്സൽ മാവോയിസ്റ്റ് ആക്രമണങ്ങൾക്ക് അവസാന ശ്വാസമെടുക്കാനുള്ള ശേഷി പോലുമില്ല എന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഒരിക്കൽ നക്സലൈറ്റുകളുടെ വെടിവെച്ചുകൾ മാത്രം മുഴങ്ങിയിരുന്ന രക്തരൂഷിതമായിരുന്ന ആ മണ്ണിൽ ഇന്ന് നക്സൽ മുക്തമായതോടെ വികസനത്തിന്റെയും വിശ്വാസത്തിന്റെയും പരിശ്രമത്തിന്റെയും ത്രിവർണ്ണ പതാക പാറിക്കളിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട രാജ്യവാസികളെ, എൻ്റെ പ്രിയപ്പെട്ട ഭാരതീയരെ, എന്നാൽ ഈ വെല്ലുവിളിയെ നമ്മൾ നിസ്സാരമായി കാണുന്നില്ല. ഈ ഭീഷണിക്കെതിരെ നമ്മൾ ഇനിയും കൂടുതൽ ജാഗരൂകരായി തന്നെ ഇരിക്കേണ്ടതുണ്ട്. വർഷങ്ങളോളം രാജ്യത്തെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ, സംസ്ഥാന ഭരണകൂടങ്ങളിൽ മാവോയിസ്റ്റ് ചിന്താഗതിയുള്ള ആളുകൾ തങ്ങളുടെ ഇടം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഗവൺമെന്റ് കമ്മിറ്റികളിൽ ഉപദേശകരായിരുന്നു കൊണ്ട് പോലും ഈ മാവോയിസ്റ്റ് ചിന്താഗതികൾ ഭരണനയങ്ങളെ പോലും സ്വാധീനിച്ചിരുന്നു. പ്രിയപ്പെട്ട ഭാരതീയരെ, കാടുകളിൽ ആയുധമേന്തിയ നക്സലേറ്റുകളെ തുടച്ചു നീക്കാനും ആ വലിയ പ്രതിസന്ധിയിൽ നിന്ന് രാജ്യത്തെ മുക്തമാക്കാനും നമുക്കിന്ന് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഞാനിത് ഉറപ്പിച്ചു തന്നെ പറയുന്നു, ആയുധമേന്തിയ നക്സലേറ്റുകളെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ നമുക്ക് കഴിഞ്ഞെങ്കിലും ചില ബുദ്ധിജീവി നക്സലേറ്റുകൾ ഇന്നും സന്ദർഭം നോക്കി കാത്തിരിക്കുകയാണ് എന്ന് എനിക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. അക്രമത്തിന്റെയും അരാജകത്വത്തിന്റെയും വഴികളാണ് അവർ വെട്ടിത്തെളിക്കുന്നത്. സമൂഹത്തെ തെറ്റായ വഴിയിലേക്ക് തള്ളിവിടാൻ അവർ പല വിധത്തിലുള്ള തന്ത്രങ്ങൾ പയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബുദ്ധിജീവി നക്സലുകളെ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. അവരെ ഒറ്റപ്പെടുത്തുകയും രാജ്യത്തെ യുവതലമുറയെ വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്ന പ്രധാന പ്രവാഹത്തിലേക്ക് കൂട്ടിച്ചേർക്കുകയും വേണം. എന്റെ പ്രിയപ്പെട്ട ഭാരതീയരെ, സുരക്ഷിതമായ ഒരു ഭാരതം കെട്ടിപ്പടുക്കുക എന്നത് നമ്മൾ ഓരോ ഭാരതീയരുടെയും ഉത്തരവാദിത്തമാണ്. ഭീഷണി അതിർത്തിക്കുള്ളിൽ നിന്നായാലും അതിർത്തിക്ക് പുറത്തു നിന്നായാലും ഏത് സാഹചര്യത്തെയും നേരിടാൻ ഭാരതം സജ്ജമാണ്. ഇന്ന് യുദ്ധങ്ങളുടെ സ്വഭാവം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിർത്തിയിൽ മാത്രമായിരിക്കും യുദ്ധം എന്നിനി ഉറപ്പിച്ചു പറയാനാകില്ല. അതിർത്തിക്കുള്ളിലെ റിഫൈനറികളെയോ ബാങ്കിംഗ് മേഖലയോ ഡേറ്റാ സെന്ററുകളെയോ ലക്ഷ്യമിട്ട് പുതിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായേക്കാം. അടിസ്ഥാന സൗകര്യങ്ങളും ഫാക്ടറികളും തകർക്കപ്പെടാം. എന്നാൽ അതിനെല്ലാം പ്രതിരോധിക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രഖ്യാപിച്ച മിഷൻ സുദർശൻ ചക്ര എന്ന പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ പ്രതിരോധ കയറ്റുമതി ഏകദേശം 50 മടങ്ങ് വർദ്ധിച്ചിരിക്കുന്നു. ലോകത്തിലെ 100ഓളം രാജ്യങ്ങളിലേക്ക് നമ്മുടെ ആയുധങ്ങൾ ഇന്ന് കയറ്റുമതി ചെയ്യുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ ഭാരതത്തിന്റെ പ്രശസ്തി നാൾക്ക് നാൾ വളരുകയാണ്. മാറുന്ന കാലത്തിനനുസരിച്ച് ആയുധശേഷി വർദ്ധിപ്പിക്കുകയും സായുധ സേനയുടെ കരുത്ത് കൂട്ടുകയും വേണം. എന്നാൽ ഇതിനോടൊപ്പം തന്നെ പൗരന്മാരെയും നമ്മൾ സജ്ജരാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ നൂറ്റാണ്ടിലെ യുദ്ധങ്ങൾക്കനുസരിച്ച് നമ്മൾ തയ്യാറാക്കിയ സിവിൽ ഡിഫൻസ് സംവിധാനങ്ങൾ ഇന്നത്തെ കാലത്ത് പഴഞ്ചനായി കഴിഞ്ഞു. അതുകൊണ്ട് ചെങ്കോട്ടയിൽ നിന്ന് ഞാൻ ഇന്ന് പുതിയൊരു പ്രഖ്യാപനം കൂടി നടത്തുകയാണ്. വരും ദിവസങ്ങളിൽ നമ്മൾ ശക്തമായ ഒരു സിവിൽ ഡിഫൻസ് നെറ്റ്വർക്ക് കെട്ടിപ്പടുക്കും. അവരെ ആധുനിക സംവിധാനങ്ങൾ പരിചയപ്പെടുത്തും. ഇന്നത്തെ കാലത്തെ ആധുനിക വെല്ലുവിളികളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും പൗരന്മാരെ സംരക്ഷിക്കാൻ ആവശ്യമായ സന്നദ്ധ പ്രവർത്തകരുടെ വലിയൊരു സിവിൽ ഡിഫൻസ് നിരയെ കൂടി നമ്മൾ സജ്ജമാക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ട ഭാരതീയരെ, രാഷ്ട്ര നിർമ്മാണത്തിൽ നമ്മുടെ സ്ത്രീകളുടെയും പെൺമക്കളുടെയും പങ്കാളിത്തം വലിയൊരു പ്രചോദനമാണ്. ഫൈറ്റർ ജെറ്റുകൾ പറത്തുന്നതിലാവട്ടെ, സിവിൽ ഏവിയേഷനിലാവട്ടെ, നമ്മുടെ പെൺമക്കളാണ് ഇന്ന് എല്ലാ മേഖലയിലും മുന്നിൽ നിൽക്കുന്നത്. കായിക വിനോദങ്ങളിലാവട്ടെ, സ്റ്റെം എഡ്യൂക്കേഷനിലാവട്ടെ, അവരാണ് മുൻപന്തിയിൽ. ഇന്ന് നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ നിന്നും പരിശീലനം പൂർത്തിയാക്കി ഇറങ്ങിയ പെൺമക്കൾ ഗാംഭീര്യത്തോടെ നമ്മുടെ സേനയെ നയിക്കാനുള്ള പ്രാപ്തി കൂടി കാണിച്ചു തുടങ്ങിയിരിക്കുന്നു. എന്റെ പെൺമക്കളുടെ ശക്തി എന്താണെന്ന് ഞാൻ നേരിട്ട് കണ്ടതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ സാനന്ദിലെ ഒരു സെമി കണ്ടക്ടർ പ്ലാന്റ് സന്ദർശിക്കുകയുണ്ടായി. രാജ്യത്തിന്റെ പല കോണുകളിൽ നിന്നുമുള്ള ആദിവാസി പെൺമക്കളാണ് ആ ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്നത്. പാസ്പോർട്ട് എന്നാൽ എന്താണെന്ന് പോലും അറിയാത്ത ഗ്രാമത്തിൽ നിന്ന് വന്ന ആ പെൺമക്കൾ വിദേശത്ത് പോയി പരിശീലനം നേടി വന്ന് ഇന്ന് ചിപ്പ് നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അവരുടെ ആത്മവിശ്വാസം കണ്ട് ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. അഭിമാനത്തോടെ ഞാൻ അവരെ അഭിനന്ദിച്ചു. രാജ്യത്തെ 3 കോടി സ്ത്രീകളെ ലക്ഷാധിപതി ദീദിയാക്കുക എന്ന ലക്ഷ്യം
നമ്മൾ ഇതിനകം കൈവരിച്ചു കഴിഞ്ഞു. ഇനി 6 കോടി ലക്ഷാധിപതി ദീദിമാരെ സൃഷ്ടിക്കാനുള്ള ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഗ്രാമീണ മേഖലയിൽ മുന്നോട്ട് പോകുന്നത്. 3 കോടി പുതിയ ലക്ഷാധിപതി ദീദിമാർ വരുന്നതോടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ മാതൃശക്തിയുടെ വലിയൊരു മുന്നേറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത്. പ്രിയപ്പെട്ട ഭാരതീയരെ, ഇന്ന് ഗ്രാമപഞ്ചായത്തുകളിലും നഗരസഭകളിലും കോർപ്പറേഷനുകളിലും ധാരാളം സ്ത്രീകൾ ജനപ്രതിനിധികളായി വന്ന് രാജ്യത്തിന് തന്നെ വഴികാട്ടുന്നുണ്ട്. പല പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയും മികച്ച നേതൃത്വം നൽകുകയും ചെയ്യുന്നുണ്ട്. ഇത് മുൻനിർത്തിയാണ് നമ്മൾ പാർലമെന്റിൽ നാരീശക്തി വന്ദൻ അധിനിയം എന്ന വനിതാ സംവരണ ബിൽ പാസാക്കിയത്. എന്നാൽ രാഷ്ട്രീയ അംഗത്തട്ടിൽ കഴിഞ്ഞ 40 വർഷമായി ഈ സ്വപ്നം രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് ഇരയാകുകയായിരുന്നു. ഇപ്പോഴും അത് നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ രാഷ്ട്രീയം കളിക്കാൻ ചിലർ മനഃപൂർവ്വം ശ്രമിക്കുകയാണ്. ഇന്ന് ചെങ്കോട്ടയുടെ മതിലുകളിൽ ത്രിവർണ്ണ പതാകയുടെ തണൽ നിന്നുകൊണ്ട് രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. വരൂ, നമ്മുടെ രാജ്യത്തെ സ്ത്രീകളുടെ കരുത്തിനെ നമുക്ക് വന്ദിക്കാം, അഭിനന്ദിക്കാം. അവരുടെ ബഹുമാനത്തിനായി മുന്നോട്ട് വരൂ. നമ്മുടെ അമ്മമാർക്കും സഹോദരിമാർക്കും നിയമസഭകളിലും ലോക്സഭയിലും 33% സംവരണം നൽകാൻ വേഗത്തിൽ നിങ്ങൾ കൂടി വഴിയൊരുക്കണം. ഭാരതത്തിന്റെ നയരൂപീകരണത്തിൽ അവരുടെ പങ്കാളിത്തം ഉണ്ടാകേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. വനിതാ സംവരണം നടപ്പിലാക്കുന്നതിൽ നിങ്ങൾ പങ്കാളികളാകണം. അതിന്റെ ക്രെഡിറ്റ് പൂർണ്ണമായി നിങ്ങൾ എടുത്തോളൂ, എനിക്ക് വേണ്ട. പക്ഷേ എൻ്റെ അമ്മമാർക്കും സഹോദരിമാർക്കും അർഹമായ അവകാശം നൽകണം. അതിന് നിങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കണം. എൻ്റെ പ്രിയപ്പെട്ട ഭാരതീയരെ, വികസനം സമൂഹത്തിലെ അവസാന വ്യക്തിയിലേക്ക് പോലും എത്തിച്ചേരുമ്പോൾ മാത്രമേ വികസിത ഭാരതം എന്ന നമ്മുടെ സ്വപ്നം പൂർണ്ണമാകൂ. 2014 മുമ്പ് കേവലം 25 കോടി ആളുകൾക്ക് മാത്രമാണ് ഏതെങ്കിലും സാമൂഹിക സുരക്ഷാ പദ്ധതികളുടെ പരിരക്ഷ ഉണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ 5-6 പതിറ്റാണ്ടുകളിൽ ആകെ 25 കോടി ആളുകളിലേക്ക് മാത്രം എത്തിയിരുന്ന ആ സുരക്ഷാ സ്കീമുകൾ കഴിഞ്ഞ 1 പതിറ്റാണ്ടിനുള്ളിൽ മാത്രം രാജ്യത്തെ 100 കോടി ജനങ്ങൾക്ക് നൽകുന്ന തരത്തിലേക്ക് അവർക്ക് സാമൂഹിക സുരക്ഷാ കവചം ഉറപ്പാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിലെനിക്ക് അഭിമാനമുണ്ട്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 70% സാമ്പത്തിക മാനദണ്ഡങ്ങളൊന്നുമില്ലാതെ എല്ലാ മുതിർന്ന പൗരന്മാർക്കും പ്രതിവർഷം 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സാ സഹായം ഇന്ന് ലഭ്യമാക്കുന്നു. കോടിക്കണക്കിന് പാവപ്പെട്ട മിഡിൽ ക്ലാസ് കുടുംബങ്ങൾക്കാണ് ഇതിന്റെ ഗുണം ലഭിക്കുന്നത്. ആയുഷ്മാൻ ഭാരത് കാർഡുകൾ വന്നതോടെ മരുന്നുകൾക്കും ശസ്ത്രക്രിയകൾക്കുമായി ജനങ്ങളുടെ കയ്യിൽ നിന്ന് ചെലവാകുമായിരുന്ന 1 ലക്ഷം കോടിയോളം രൂപയാണ് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ലാഭിക്കാൻ സാധിച്ചത്. എൻ്റെ പ്രിയപ്പെട്ട ഭാരതീയരെ, ഇന്ന് ഒരു കാര്യത്തിനായി എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. എല്ലാ യുവാക്കളോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ തന്നെ ഇതിന് നേതൃത്വം നൽകണം. നിങ്ങളുടെ 1-2 മണിക്കൂറുകൾ രാജ്യത്തിന് വലിയൊരു ശക്തി നൽകാൻ പോവുകയാണ്. രാജ്യത്ത് ഇപ്പോൾ സെൻസസ് അതിന്റെ പ്രാരംഭഘട്ടങ്ങൾ നടക്കുകയാണ്. സെൻസസ് എന്നത് വെറും ഒരു കണക്കെടുപ്പ് മാത്രമല്ല, അതിലെ സൂക്ഷ്മ വിവരങ്ങളെ അടിസ്ഥാനമാക്കിയാണ് രാജ്യത്തിന്റെ ഭാവി നയങ്ങളും വികസന പദ്ധതികളും രൂപപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ കൃത്യമായ വിവരങ്ങൾ ഉണ്ടായിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഒരു സർക്കാരിന് അത്യാവശ്യമാണ്. പലപ്പോഴും ഇതിന്റെ ഔദ്യോഗിക പ്രതിനിധികൾ വരുമ്പോൾ തിരക്കുകൾ കാരണം പേരോ അക്ഷരങ്ങളോ തെറ്റായി രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട്. എന്നാൽ ഇന്ന് സാങ്കേതികവിദ്യ ലഭ്യമായതിനാൽ നിങ്ങളുടെ സ്വന്തം മൊബൈൽ ഫോൺ ഉപയോഗിച്ച് സെൻസസ് വിവരങ്ങൾ ഡിജിറ്റലായി സ്വയം പൂരിപ്പിച്ച് നൽകാനുള്ള അവസരം കൂടിയുണ്ട്. വീട്ടിലെ എല്ലാവരും ഒപ്പമിരുന്ന് യാതൊരു അക്ഷരത്തെറ്റോ വിവരങ്ങളിൽ പോരായ്മയോ ഇല്ലാതെ തെറ്റുകളൊന്നും വരുത്താതെ ഫോം കൃത്യമായി ഡിജിറ്റലായി കൂടി രജിസ്റ്റർ ചെയ്യാൻ നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് വരണം. നിങ്ങൾ നൽകുന്ന കൃത്യമായ വിവരങ്ങൾ രാജ്യത്തിന്റെ വികസനത്തിന് വലിയൊരു കരുത്തായി മാറും. അതുകൊണ്ട് രാജ്യത്തെ യുവാക്കൾ തങ്ങളുടെ കുടുംബാംഗങ്ങളെ ഒപ്പമിരുത്തി ആദ്യം പേപ്പറിൽ ഫോം പൂരിപ്പിച്ച് തെറ്റുകൾ തിരുത്തിയ ശേഷം ഡിജിറ്റലായി കൂടി അപ്ലോഡ് ചെയ്യാൻ മുന്നോട്ട് വരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ഭാരതീയരെ, ചെങ്കോട്ടിൽ നിന്ന് ഞാൻ പ്രഖ്യാപിച്ച പഞ്ചപ്രാൺ എന്ന എൻ്റെ 5 പ്രതിജ്ഞകൾ നമ്മുടെ ആത്മാഭിമാനം ഉയർത്താനും വികസന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനും വലിയൊരു ഊർജ്ജമാണ് രാജ്യത്തിന് നൽകിയത്. അടിമത്തത്തിന്റെ മനോഭാവത്തെ നമ്മൾ ഓരോ നിമിഷവും തുടച്ചു നീക്കിക്കൊണ്ടേയിരിക്കണം. നേതാജി സുഭാഷ് ചന്ദ്രബോസ്, ബാബാ സാഹബ് അംബേദ്കർ, പണ്ഡിറ്റ് നെഹ്റു, സർദാർ പട്ടേൽ, ഭഗത് സിംഗ്, സുഖ്ദേവ്, രാജ്ഗുരു, ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി, ഭഗവാൻ ബിർസ മുണ്ട, ജ്യോതിബ ഫൂലെ തുടങ്ങിയ മഹാരഥന്മാർ സ്വപ്നം കണ്ട ആ ഭാരതം കെട്ടിപ്പടുക്കാൻ നമുക്ക് ഒന്നിച്ചു മുന്നേറാം. നമുക്ക് ഈ പ്രതിജ്ഞ വീണ്ടും പുതുക്കാം. സ്വാർത്ഥതയ്ക്കും ഉപരിയായി, വ്യക്തിപരമായ എല്ലാ താല്പര്യങ്ങൾക്കും ഉപരിയായി രാഷ്ട്രഹിതം മുൻനിർത്തി മുന്നോട്ട് പോകാം. കർത്തവ്യബോധം മാത്രമാകട്ടെ നമ്മുടെ അടയാളം. ഈ സമയം നമ്മുടേതാണ്, അവസരം നമ്മുടേതാണ്, ലക്ഷ്യവും നമ്മുടേതാണ്. വരൂ, നമ്മുടെ ഓരോരുത്തരുടെയും സ്വപ്നങ്ങളെ ലക്ഷ്യങ്ങളാക്കാം. ആ ലക്ഷ്യങ്ങളെ കരുത്താക്കാം. ആ കരുത്തിനെ വിജയമാക്കി മാറ്റാം. ഓരോ ചുവടും വികസനത്തിനായുള്ള ചുവടാക്കി മാറ്റാം. മനസ്സുകൾ ഒന്നാകട്ടെ, ലക്ഷ്യങ്ങളും ഒന്നാകട്ടെ. ആയിരക്കണക്കിന് ദീപങ്ങൾ ഒന്നിച്ചു തെളിയിച്ച് നമുക്ക് ഈ വികസിത ഭാരതം 2047 കെട്ടിപ്പടുത്തെടുക്കാം. ഈ മംഗളകരമായ അവസരത്തിൽ നിങ്ങൾ ഏവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ ഒരിക്കൽ കൂടി നേരുന്നു. എന്നോടൊപ്പം ഉറക്കെ പറയൂ,
भारत माता की, भारत माता की, वंदे वंदे वंदे। बहुत बहुत धन्यवाद।